بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് മജ്ലിസുൽ ഇൽമിൽ നമ്മൾ ചർച്ച ചെയ്യാൻ എടുത്തിട്ടുള്ള വിഷയം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ജീവിതവും സന്ദേശവും എന്ന വിഷയമാണ്. നമുക്കറിയാവുന്നതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗത്തോടുകൂടി പ്രവാചകത്വം അവസാനിച്ചു. ഇനി ഒരു പ്രവാചകൻ വരാനില്ല. ഖാത്തമുൽ അംബിയാഉൽ മുർസലീൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായത്, കാനത്ത് ബനി ഇസ്രായേൽ തസൂസുഹുമുൽ അംബിയ, അവരെ നയിക്കാറുണ്ടായിരുന്നത് അംബിയാക്കളായിരുന്നു. കുല്ലമ ഹലക നബിയുൻ ഖലഫഹു നബി, ഒരു പ്രവാചകൻ നിര്യാതനായാൽ അടുത്ത പ്രവാചകൻ അവിടെ ഉണ്ടാകും. പലപ്പോഴും ഒന്നിലധികം പ്രവാചകന്മാർ ഒരേ സമയത്ത് തന്നെ അവരെ നയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകത്വം അവസാനിച്ചു. ഇനി ഈ ഉമ്മത്തിനെ നയിക്കേണ്ടത് അൽ ഉലമാ വറസത്തുൽ അംബിയ, അംബിയാക്കളുടെ അനന്തരാവകാശം ഏറ്റെടുത്ത് പണ്ഡിതന്മാരാണ് ഈ ഉമ്മത്തിനെ നയിക്കേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഖുലഫാ ഉർ റാഷിദുകൾ, അവർക്ക് ശേഷം ഉലമാക്കൾ, മദ്ഹബിൻ്റെ അയിമ്മത്തുകൾ, സലഫു സാലിഹ്കളിൽപ്പെട്ട പണ്ഡിതന്മാർ, ഓരോ കാലഘട്ടത്തിലും പണ്ഡിതന്മാർ ആ ദൗത്യം അവരുടെ കഴിവിൻ്റെ പരമാവധി നിർവഹിച്ചിട്ടുണ്ട്. നമ്മളിന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജൻസി എന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഗ്രന്ഥങ്ങളിലോ കിതാബുകളിലോ തിരഞ്ഞാൽ ഈ തലമുറയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ABCD കഴിഞ്ഞു എന്നാണ് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത്, ഇനി പുതിയ തലമുറയാണ്. ഏറെക്കുറെ അതാണ് നമുക്ക് തോന്നുന്നത്. ഇവരുടെ പ്രവൃത്തിയും പിന്നെ നടപടിക്രമങ്ങളൊക്കെ കാണുമ്പോൾ യാതൊരു തരത്തിലും മനുഷ്യനുമായി ബന്ധമില്ലാത്ത ഒരു സമൂഹം നിലവിൽ വരാൻ പോകുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അത്തരം ഫിത്നകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ഡിതന്മാരുടെ ദൗത്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ പറ്റും, ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മ അലാ റഅസി കുല്ലി മിഅത്തി സന മൻ യുജദ്ദിദു ലഹാ ദീനഹ, ഈ ഉമ്മത്തിൻ്റെ ഓരോ തലമുറയിലും ഓരോ 100 വർഷത്തിൻ്റെയും അവസാനത്തിൽ അവരുടെ മതം അവർക്ക് പരിഷ്കരിച്ചു നൽകുന്ന ഓരോ മുജദ്ദിദുകളെ അള്ളാഹു നിയോഗിക്കും. അതിനെ സംബന്ധിച്ചൊക്കെ വലിയ ചർച്ചകളും വിശദീകരണങ്ങളൊക്കെ ഒക്കെ ഉണ്ട്. ആരാണ് മുജദ്ദിദ്, എപ്പോഴാണ് അവർ നിയോഗിക്കപ്പെടുക? ഏതായിരുന്നാലും മൻ യുജദ്ദിദു ലഹാ ദീനഹ എന്ന് പറഞ്ഞാൽ ഉമ്മത്തിന് ദീന് പരിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ എന്തെങ്കിലും ഇബാദത്തുകളോ അനാചാരങ്ങളോ കൊണ്ടുവരിക എന്നതല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ശരീഅത്തിൽ അതിൽ നിന്ന് ജനങ്ങൾ പ്രാധാന്യം നൽകാതെ അവഗണിക്കുന്ന വിഷയങ്ങളെ അവർക്ക് പുതുക്കി നൽകുന്നവർ, അവർക്കിടയിൽ കടന്നുകൂടുന്ന അനാചാരങ്ങളെ അതിൽ നിന്ന് അവരുടെ വിശ്വാസത്തെയും കർമ്മങ്ങളെയും ശുദ്ധീകരിക്കുന്ന ഉലമാക്കൾ എന്നാണ് മുജദ്ദിദ് എന്നതിന് പണ്ഡിതന്മാർ പറഞ്ഞതിലെ ഏറ്റവും ശരിയായ വിശദീകരണം. ആ രൂപത്തിലുള്ള ഒരുപാട് മുജദ്ദിദികളായ അയിമ്മത്തുകളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. 4 മദ്ഹബിൻ്റെ അയിമ്മത്തുകൾ ആ ഗണത്തിലാണ് പണ്ഡിതന്മാർ എണ്ണാറുള്ളത്. പിന്നീട് നമ്മൾ കാണുന്നത്, നമ്മളിന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലെയുള്ള പണ്ഡിതന്മാരെയാണ്.
അയിമത്തുകളെ സംബന്ധിച്ച് മദ്ഹബിൻ്റെ ഇമാമുമാർ, സഹാബിമാർ, അവരുടെയൊക്കെ ചരിത്രം നമ്മൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. പ്രത്യേകിച്ചും വൈജ്ഞാനികമായ മേഖലയിലെ കാര്യങ്ങളൊക്കെ വളരെ പരിമിതമാണ് നമുക്ക് ലഭ്യമായത്. എന്നാൽ ഇബ്നു തൈമിയ്യ പോലെയുള്ള മുത്തഅഖിരീങ്ങളായ ഉലമാക്കളുടെ ചരിത്രം നമ്മൾക്ക് വളരെ വിശദമായി തന്നെ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റും. അതേപോലെ അവർ ജീവിച്ച കാലഘട്ടം, ഇസ്ലാമിക ലോകം എല്ലാ അർത്ഥത്തിലും അത് അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ ജനനമുണ്ടായിട്ടുള്ളത്. അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഖിലാഫത്ത് തകർന്നു, അത് അവസാനിച്ചു. പിന്നീട് രാജാക്കന്മാർ വന്നു, രാജാക്കന്മാരുടെ കെട്ടുറപ്പും അവസാനിച്ചു. രാഷ്ട്രീയമായി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മംലൂക്കികൾ, അടിമവംശം എന്ന് പറയുന്ന സാമ്രാജ്യം, അത് ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. അടിമവംശം എന്ന് പറയുന്നത് ഓരോ ഭരണാധികാരികളും അവരുടെ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന സൈന്യത്തിലും മറ്റുമൊക്കെ പല പ്രദേശങ്ങളിൽ നിന്നും പിടിച്ചുകൊണ്ടുവരികയും മറ്റുമൊക്കെ ചെയ്തിരുന്ന അടിമകളെ സ്വതന്ത്രരാക്കുകയും അതിൽ നല്ല ശാരീരികവും ബുദ്ധിപരമായൊക്കെ കഴിവുള്ള ആളുകളെ പട്ടാളത്തിലും മറ്റൊക്കെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. അത്തരം ആളുകൾ പിന്നീട് രാജ്യം തന്നെ കീഴടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അത് ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്, അതേപോലെ അറബ് രാജ്യങ്ങളുണ്ടായിട്ടുണ്ട്, മധ്യേഷ്യൻ രാജ്യങ്ങളുണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട രാജാക്കന്മാർ ഇസ്ലാമിക ലോകം ഭരിക്കുന്ന സമയത്താണ് മംലൂക്കുകൾ എന്നാണ് അവരെ അറബിയിൽ വിളിക്കപ്പെടുന്നത്. ആ കാലഘട്ടത്തിലാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ജനിക്കുന്നത്. അവരെ തോൽപ്പിക്കാൻ വേണ്ടി ലോകത്തെ തന്നെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട താർത്താരികൾ, അവരുടെ ആക്രമണം, അവർ മധ്യേഷ്യൻ റിപ്പബ്ലിക്കുകളെ, അന്ന് റിപ്പബ്ലിക്കുകളല്ല രാജ്യങ്ങളാണ്, അവയെ തകർത്തു. ബാഗ്ദാദിനെ തകർത്തു. ഇന്ത്യയുടെ വടക്ക് പ്രദേശങ്ങളിലേക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു. ചെങ്കിസ് ഖാൻ, അതേപോലെ തന്നെ ഹോലാക്കോ തുടങ്ങിയ കമാൻഡർമാരും ഭരണാധികാരികളൊക്കെ, അവരുടെ ആക്രമണം അതിനുശേഷമാണ് വരുന്നത്. രാഷ്ട്രീയപരമായി നോക്കിയാൽ മുസ്ലിങ്ങളുടെ അവസ്ഥ അതാണ്. വൈജ്ഞാനികപരമായി നോക്കിയാൽ മുസ്ലിമീങ്ങൾ അള്ളാഹു അവർക്ക് വലിയ അനുഗ്രഹമായി നൽകി എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ, അത് പാരായണത്തിനും ബർക്കത്തിനും ഒക്കെ വേണ്ടി മാത്രം കൊണ്ടു നടക്കുന്ന ഒരവസ്ഥയിലേക്ക്, അത് അത്ര മതിയെന്ന് പണ്ഡിതന്മാർക്ക് തന്നെ തീരുമാനമായ ഒരവസ്ഥയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിന് പണ്ഡിതന്മാരുമായി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ അദ്ദേഹം പലതവണ ജയിലിലടക്കപ്പെടുകയൊക്കെ ചെയ്തത്. വൈജ്ഞാനികമായ അവസ്ഥ അതാണ്. 4 മദ്ഹബുകൾ അതിൽ ചുറ്റിപ്പിണഞ്ഞ്, അതൊക്കെ പ്രത്യേകം ജാതികളെപ്പോലെ പരസ്പരം വിവാഹം ചെയ്യാതെ, പരസ്പരം തുടരാതെ, നിസ്കാരത്തിൽ പരസ്പരം തുടരൂല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹബന്ധത്തിൽ ഏർപ്പെടൂല. അതൊക്കെയാണ് ഇസ്ലാം ദീനി എന്ന് ധരിച്ചു വശായ വലിയ വലിയ ഉലമാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം. അതിൽ അവരുടെ അടുക്കൽ വലിയ ഉലമാക്കളായി അവർ മനസ്സിലാക്കുന്ന ആളുകൾ. പിന്നീട് അവരുടെ സ്വഭാവവും അവരുടെ സംസ്കാരവും ഒക്കെ തീരുമാനിക്കുന്നത് സൂഫിയാക്കളാണ്. ഖാദിരിയ, നക്ഷബന്ദിയ, ചിസ്തിയ എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ. അതിൽപ്പെട്ട പല കക്ഷികളും ആ കാലഘട്ടത്തിലുണ്ട്. അവരൊക്കെ പിടിമുറുക്കിയ ഒരു സമൂഹം. യഥാർത്ഥ പരിശുദ്ധ ഖുർആനും ഹദീസുകളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതക്രമം പാടെ അവരിൽ നിന്ന് അസ്തമിച്ചു പോയ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതിനെ പുനർജീവിപ്പിക്കാൻ പറ്റിയ ഉലമാക്കൾ അവിടെ ഉണ്ടായിരുന്നില്ല, ഭരണകൂടങ്ങളുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹു മുജദ്ദിദായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ ജനിപ്പിക്കുന്നത്. അദ്ദേഹം ജനിക്കുന്നത് ഹിജറ വർഷം പറയുകയാണെങ്കിൽ 661 അദ്ദേഹം ജനിക്കുന്നത്. ആധുനിക സിറിയയിലെ ഹറാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഹംബലി മദ്ഹബുകാരായിരുന്നു. വലിയ ഉലമാക്കൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു അബ്ദുൽ ഹലീം. അദ്ദേഹത്തിൻ്റെ പിതാവ് മജ്ദുദ്ദീൻ അബുൽ ബറക്കാത്ത്, അദ്ദേഹവും വലിയ ആലിമായിരുന്നു. ഇബ്നു തൈമിയ്യ ഈ അഹ്മദ് ഇബ്നു അബ്ദുൽ ഹലീം ഹംബലി മദ്ഹബിലെ വലിയ ആലിമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മജ്ദ് ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന വല്യുപ്പ, അദ്ദേഹവും വലിയ ആലിമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കിതാബ് അവരുടെ മദ്ഹബിൽ, ഹംബലി മദ്ഹബിൽ വളരെ പ്രധാനപ്പെട്ട കിതാബാണ് അൽ മുഹററു ഫിൽ ഫിഖ് എന്ന് പറയുന്ന കിതാബ്. ഹംബലി മദ്ഹബ് നമ്മുടെ നാട്ടിൽ ഫത്വൽ മുഈനൊക്കെ പോലെ കൊണ്ടു നടക്കുന്ന കൃതിയാണ്. അങ്ങനെ വലിയൊരു പണ്ഡിത കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ 10 വയസ്സാകുന്നതിന് മുമ്പ് അദ്ദേഹം പരിശുദ്ധ ഖുർആൻ
ആ കാലഘട്ടത്തിലെ ശൈലി അനുസരിച്ച് മനഃപ്പാടമാക്കിയിരുന്നു. ഹറാനിൽ നിന്ന് 10 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഹിജ്റ പോകേണ്ടി വന്നു. താർത്താരികളെ ആദ്യ ആക്രമണത്തിൻ്റെ അവസരത്തിലാണ് അവർ നാട് വിട്ടിട്ട് ദമസ്കസിലേക്ക് മാറി താമസിക്കുന്നത്. അവിടെയാണ് ഇസ്ലാമിക തലസ്ഥാനം ഉണ്ടായിരുന്നത് കുറേ കാലം. അമവികളുടെ ഭരണകേന്ദ്രമായിരുന്നു. അവരവിടെ സ്ഥാപിച്ച വലിയ പള്ളി ജാമിഉൽ അമവി ഇപ്പോഴും അവിടെ ഉണ്ട്. ആ കാലഘട്ടത്തിൽ കെട്ടിയ പള്ളി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, അമവികൾ. ആ പള്ളിയിൽ ഏറെ വൈകാതെ അബ്ദുൽ ഹലീം, അതായത് ഇബ്നു തൈമിയ്യയുടെ പിതാവ്, അവിടെയുള്ള മുദരിസായി നിയോഗിക്കപ്പെട്ടു. അവിടെയുള്ള ഇമാമായി അദ്ദേഹം നിയോഗിതനായിരുന്നു. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ദാറുൽ ഹദീസ് സുക്കരിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അവിടെ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഹംബലി മദ്ഹബുകാരുടെ ഒരു കേന്ദ്രമായിരുന്നു അത്. അതിലെ നമ്മളിന്ന് പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന റഈസായി അദ്ദേഹം നിയോഗിതനായി. ഇബ്നു തൈമിയ്യയുടെ കുട്ടിക്കാലത്താണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ചെറുപ്പത്തിൽ തന്നെ പണ്ഡിതന്മാരെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ മനഃപ്പാട ശേഷിയുള്ള ആളായിരുന്നു. നമ്മളൊക്കെ പലപ്പോഴും ടി വിയിലൊക്കെ ചില അത്ഭുത ബാലന്മാരെ കൊണ്ടുവരാറുണ്ടല്ലോ. ആ രൂപത്തിലുള്ള അത്ഭുതങ്ങൾ നമ്മൾക്കിപ്പോൾ പണ്ഡിതന്മാരെ പറ്റി പറയുന്നത് സത്യമായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ അള്ളാഹു അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. ഇമാം ഷാഫിയൊക്കെ കിതാബ് ഇങ്ങനെ വായിച്ചാൽ ഒരു പേജ് മറച്ചു പിടിച്ചിട്ടാണ് ആദ്യത്തെ പേജ് വായിക്കുക. കാരണം ഈ പേജ് കോപ്പി എടുത്തിട്ടല്ലേ അടുത്ത പേജ് കോപ്പി എടുക്കാൻ പറ്റുള്ളൂ. ആ രൂപത്തിലാണ്. ഇമാം മാലിക്കിൻ്റെ മുവത്ത അദ്ദേഹം വായ്പ ചോദിച്ചു. എന്നിട്ട് 6 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം വീട്ടിലെല്ലാം ഏത് സമയവും പള്ളിയിലാണ്, ദർസിലും മറ്റൊക്കെ ആയിട്ട്. വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് വീട്ടിൽ അന്തി ഉറങ്ങാൻ വേണ്ടി പോകുന്നത്. ഇമാം ഷാഫി മദീനയിലെത്തിയ ശേഷം ഉണ്ടായ സംഭവമാണ്. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം കിതാബ് മടക്കി കൊടുത്തു. അപ്പോൾ ഇമാം മാലിക് ചോദിച്ചു, നിങ്ങൾ വായിക്കണില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് മനഃപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഫോട്ടോ കോപ്പി എടുക്കാനുള്ള സമയമാണ് അവർക്ക് കിതാബ് മനഃപ്പാടാക്കാൻ വേണ്ടിയിരുന്നത്. അങ്ങനെ പല ഇമാമുമാരുണ്ടായിരുന്നു. സഹാബിമാരിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ, അവരൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ്. കടുകട്ടിയുള്ള അറബി സാഹിത്യത്തിൽ നമുക്ക് വായിച്ചാൽ കിട്ടാത്ത വരികളൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ വളരെ ലളിതമായി പറയാറുണ്ടായിരുന്നു, കഥകൾ ചൊല്ലാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒറ്റ പ്രാവശ്യം കേൾക്കുന്ന കവിതകൾ, 100 കണക്കിനുള്ള വരികളുള്ള ബൈത്തുകൾ വലിയ സാഹിത്യകാരന്മാർ കാബിൻ്റെ അടുത്തൊക്കെ ഒന്ന് പാടിയാൽ അത് ഒറ്റ പ്രാവശ്യം കേട്ടാൽ അദ്ദേഹം ആവർത്തിച്ച് ചൊല്ലാറുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള വലിയ മനഃപ്പാടശേഷിയുള്ള ആൾക്കാർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു നമ്മളുടെ കഥാപുരുഷൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അദ്ദേഹം ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ മുസ്നദ് അഹ്മദ് എന്ന് പറയുന്ന ഹദീസ് കിതാബ്, ഏകദേശം 45,000-ഓളം ഹദീസുകൾ അതിലുണ്ട്. ആ ഹദീസ് പഠിച്ചാൽ പിന്നെ വളരെ കുറച്ച് ഹദീസുകൾ മാത്രമേ അതിലില്ലാത്തതുള്ളൂ. അത് അദ്ദേഹം പലതവണ വായിച്ചു നോക്കുകയും മനഃപ്പാടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ മുഅ്ജമുൽ കബീറിൽ തബറാനി, ഇമാം തബറാനിയുടെ ഏറ്റവും വലിയ ഹദീസ് കിതാബുകളിൽപ്പെട്ടതാണ്. അതൊക്കെ ശരിക്കും എൻസൈക്ലോപീഡിയ എന്ന് നമ്മൾ പറയുന്ന ആ രൂപത്തിലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളാണ്. അതൊക്കെയാണ് അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. ഒരു പ്രാവശ്യം വായിച്ചാൽ തന്നെ മനഃപ്പാടം ആയി നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായും വിജ്ഞാനകോശങ്ങളായി മാറുക എന്നത് സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് അത് സംഭവിക്കുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ. അതേപോലെ തന്നെ അദ്ദേഹം മറ്റുള്ള ഭാഷകളിൽ, അറബി ഭാഷയിൽ, അതിൻ്റെ സാഹിത്യത്തിൽ, അറബി ഭാഷയിൽ അതിൻ്റെ ഉപജ്ഞാതാക്കളുടെ പോലും തെറ്റുകൾ അദ്ദേഹം പറഞ്ഞത് കാണാൻ പറ്റും. ഭാഷയിൽ അവർക്ക് സംഭവിച്ച പിഴവുകൾ, ഇമാം ഇബ്നു ഹിശാമിനെ പോലെയുള്ള അറബി ഭാഷയിലെ ഏറ്റവും വലിയ സീബോഹിക്കൊക്കെ തെറ്റിയ അബദ്ധങ്ങളാണ് അദ്ദേഹം പല സ്ഥലങ്ങളിലും പരാമർശിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഫിഖ്, ഉസൂലുൽ ഫിഖ്, ഉസൂലുൽ ഹദീസ്, ഇങ്ങനെ എല്ലാവിധ വൈജ്ഞാനിക മേഖലകളിലും അദ്ദേഹം നൈപുണ്യം നേടി. 17-ാമത്തെ വയസ്സിൽ അദ്ദേഹം അവിടെയുള്ള മുഫ്തിയായി നിയോഗിക്കപ്പെടുകയാണ്. ചീഫ് മുഫ്തിയായിട്ടല്ല, ആളുകൾക്ക് മതവിധി നൽകാൻ അദ്ദേഹം യോഗ്യനാണ് എന്ന് അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ ഫത്വ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവർ പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ പേരിൽ അവർ അഭിമാനം പറയുകയാണ്, ഞാനാണ് ഇബ്നു തൈമിയ്യക്ക് ഇതിന് അനുവാദം നൽകിയത് എന്നവർ പല ആളുകളും എടുത്തു പറഞ്ഞത് നമുക്ക് പണ്ഡിതന്മാർ ഉദ്ധരിച്ച് കാണാൻ പറ്റും. വെറും 17 വയസ്സായ ഒരു, നമ്മളുടെയൊക്കെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു ബാലൻ അല്ലെങ്കിൽ ഒരു ചെറിയ യുവാവാണ് പണ്ഡിതന്മാരെ കവച്ചു വെക്കുന്ന രൂപത്തിൽ അറിവിലും അതേപോലെ തന്നെ മനഃപ്പാട ശക്തിയിലൊക്കെ മികച്ചു നിൽക്കുന്നത് എന്നവർ തിരിച്ചറിയുകയും അവർ അതിന് അനുവാദം നൽകുകയും ചെയ്തു. 24-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണശേഷം നേരത്തെ പറഞ്ഞ ജാമിഉൽ അമവി, ഇന്നും അവിടെ നിലനിൽക്കുന്ന ആ മസ്ജിദിൽ അദ്ദേഹം ക്ലാസ് എടുക്കാൻ ആരംഭിച്ചു.
ദാറുൽ ഹദീസിലെ പ്രിൻസിപ്പാളായി അദ്ദേഹം നിയോഗിതനായി. അന്ന് അദ്ദേഹത്തിന് വയസ്സ് 24 വയസ്സായിട്ടുള്ളൂ. വളരെ ചെറുപ്പത്തിൽ തന്നെ വലിയ പണ്ഡിതന്മാർ എത്തിപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. അത് സ്വാഭാവികമായും മനുഷ്യന്മാർക്ക് മനസ്സിലുണ്ടാകുന്ന എല്ലാവർക്കും ഉള്ളൊരു രോഗമുണ്ട്. അതിൻ്റെ പേരാണെന്ത്? ഹസദ്, അസൂയ. സമകാലീനരായ ആളുകൾക്കിടയിൽ അത് ഒരു കാലത്തും ഒഴിവാകൂല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിനെതിരെയും ചില പണ്ഡിതന്മാർ പ്രയോഗിച്ചു. പിൽക്കാലത്ത് നമുക്കത് സംഭവങ്ങൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഇബ്നു തൈമിയ എന്ന പേരിലാണല്ലോ അദ്ദേഹം അറിയപ്പെടുന്നത്. ഇബ്നു തൈമിയയുടെ മകൻ എന്നാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പിതാക്കളിൽ ആരും, പിതാമഹന്മാരിലോ തൈമിയ എന്ന് പറഞ്ഞ ഒരു പിതാവില്ല, അല്ലെങ്കിൽ ഒരു ജദ്ദ്, ഒരു വല്യപ്പ ഇല്ല. പക്ഷേ അവരുടെ സ്ഥാനപ്പേര് അദ്ദേഹത്തിൻ്റെ 4-ാമത്തെയോ 5-ാമത്തെയോ പ്രപിതാവ് ആ പേരിൽ അറിയപ്പെട്ടിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിന് കാരണം അവർ ഹജ്ജിന് പോയി മടങ്ങി വരുന്ന സമയത്ത് സൗദി അറേബ്യയുടെ വടക്ക് ഭാഗത്ത് ഷാമിലേക്ക് പോകുമ്പോൾ, സിറിയയിലേക്ക് പോകുമ്പോൾ അവിടെ തൈമ എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. തൈമ ഇപ്പോഴും ഒരു പക്ഷേ നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. അവിടെ വെച്ചൊരു പെൺകുട്ടിയെ അദ്ദേഹം കണ്ടുമുട്ടിയതാണ്. അവിടെ താമസിക്കുന്ന സ്ഥലത്ത് യാത്രാവേളയിൽ ചെറിയൊരു പെൺകുട്ടിയെ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്താണ് ഭാര്യ പ്രസവിക്കുകയും, അപ്പോൾ ആ കുട്ടിയെ ഓർത്തുകൊണ്ട് അദ്ദേഹം തൈമക്കാരി എന്ന് ഇവരെ വിളിച്ചു. അങ്ങനെയാണ് പിൽക്കാലത്ത് തൈമിയ എന്ന പേര് അവർക്ക് വിളിക്കപ്പെട്ടതെന്നൊക്കെ ചില റിപ്പോർട്ടുകളുണ്ട്. ഏതായിരുന്നാലും വ്യക്തമായ ഒരു അറിവ് ആ വിഷയത്തിലില്ല, എന്തുകൊണ്ടാണ് തൈമിയ എന്ന് അറിയപ്പെട്ടതെന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കുടുംബം ആല് തൈമിയക്കാർ എന്ന് അറിയപ്പെട്ടിരുന്നു എന്ന് മാത്രമാണ് പണ്ഡിതന്മാർ അതിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രസക്തമായൊരു സംഗതിയുമല്ല അത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക യാത്ര ആരംഭിക്കുകയാണ്. 30 വയസ്സിന് മുമ്പ് ഷാമിലുണ്ടായ വലിയൊരു പ്രശ്നം, അത് അസാഫ് എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മത്സരിച്ചുകൊണ്ട് സംസാരിച്ചു. മുസ്ലിങ്ങൾ മഹാഭൂരിഭാഗമുള്ള നാട്, പ്രവാചക സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ദീനുമായി ബന്ധപ്പെടാത്ത ആളുകൾക്കായിരിക്കും കൂടുതൽ പ്രവാചക സ്നേഹം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഭൂരിഭാഗമുള്ള ഒരു പ്രദേശത്ത് പ്രവാചക നിന്ദ നടത്തി ഒരു ക്രിസ്തീയ സഹോദരൻ എന്ന് കേട്ടപ്പോൾ ആളുകളൊക്കെ ഇളകി വശായി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ദാറുൽ ഹദീസിലെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും ആ കാര്യം ഡമസ്കസിലെ ഭരണാധികാരിയെ അറിയിച്ചു. ഈ അസാഫിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന്. ഇതിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. അദ്ദേഹം ആരെങ്കിലും സൂത്രത്തിൽ കൈവെട്ടാനോ അല്ലെങ്കിൽ ബോംബെറിയാനോ ഈ അസാഫിനെ കൈകാര്യം ചെയ്യാനോ ഏൽപ്പിച്ചിട്ടില്ല. അതിൻ്റെ നിയമത്തിൻ്റെ വഴിയാണ് അദ്ദേഹം. ഇസ്ലാമിക ഭരണമുള്ള പ്രദേശമാണ്. ഇനി ഏത് പ്രദേശമാണെങ്കിലും അങ്ങനെ തന്നെയാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം അവർക്ക് മാതൃകയായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ നേരിട്ട് ചെന്നു. ആ വിവരം ഭരണാധികാരിയെ അറിയിച്ചു. ഭരണാധികാരി അസാഫിനെ ഹാജരാക്കി അദ്ദേഹത്തിൻ്റെ വിചാരണ ചെയ്തു. അപ്പോൾ അദ്ദേഹം അവിടുന്ന് ഇസ്ലാം സ്വീകരിച്ചു. ആ സമയത്തോ അല്ലെങ്കിൽ പിന്നീട് ചർച്ചയ്ക്ക് ശേഷമോ അദ്ദേഹം ചെയ്തു അതിലെ അബദ്ധമൊക്കെ തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കിയെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതായി പ്രഖ്യാപിച്ചു. തിരിച്ചു വരുന്ന വേളയിൽ ജനക്കൂട്ടം സാധാരണക്കാരാണല്ലോ, അവർ ഇയാളെ കൈകാര്യം ചെയ്തു. അസാഫ് എന്ന് പറയുന്ന ഈ ക്രിസ്ത്യ സഹോദരൻ്റെ കുടുംബത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ അയാളെ മർദ്ദിച്ചു. അതിന് കാരണക്കാർ ഇബ്നു തൈമിയയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണാധികാരി പിന്നീട് ഇബ്നു തൈമിയയെ ഏതാനും ദിവസങ്ങൾ തടവിലിടുകയും അദ്ദേഹത്തെ പരസ്യമായി മർദ്ദിക്കുകയും ചെയ്തു. ശിക്ഷ നടപ്പാക്കി ഇബ്നു തൈമിയയ്ക്ക്. പിന്നീട് അബദ്ധം തിരിച്ചറിഞ്ഞതിന് ശേഷം അവരതൊക്കെ തിരുത്തുകയും ഷെയ്ഖുൽ ഇസ്ലാം തൈമിയയോട് മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും ആദ്യകാലത്തുണ്ടായ വിവാദം അതാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് ഈ വിവാദം ഉണ്ടാവുകയും അതിൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനികമായ യാത്രകളിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ, ഇത് നമ്മൾ ദിവസം മുഴുവൻ സംസാരിച്ചാലും തീരാത്തത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയ വിഷയമാണ്. വളരെ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് വിശദമായൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ഇപ്പോൾ ആധുനിക സംവിധാനങ്ങൾ ഒരുപാടുണ്ട്. അതിലൊക്കെ ചോദിച്ചു നോക്കിയാൽ വിശദമായി ഓരോ ഭാഗങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് അതിലേക്ക് പ്രവേശിക്കുക. അത് നമുക്കൊരു 4-5 കാര്യങ്ങളിൽ ചുരുക്കി പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനികമായ സംഭാവനകൾ, അതേപോലെ തന്നെ ജീവിത ദൗത്യം എന്തായിരുന്നു അല്ലെങ്കിൽ സന്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ ജനങ്ങളുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുക. അതിനെതിരായി ജനങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ള അന്ധവിശ്വാസങ്ങളും ശിർക്ക്പരമായ പ്രവർത്തനങ്ങളെയും വിഭാടനം ചെയ്യുക. ഇതാണ് എല്ലാ അമ്പിയാക്കളും നിർവഹിച്ച ദൗത്യം. അതുതന്നെയാണ് അദ്ദേഹം കൂടുതലായി ചെയ്തത്.
വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. താഗൂത്തുകളെ വെടിയുക, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് വഹീ നൽകിക്കൊണ്ടല്ലാതെ ഞാനൊരു പ്രവാചകനെ നിയോഗിച്ചിട്ടില്ല എന്ന്. അതല്ലെങ്കിൽ എല്ലാ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും ആദ്യം നിർവഹിച്ച കാര്യം അതാണ്. ജനങ്ങൾക്കിടയിൽ കടന്നുകൂടിയ കാര്യങ്ങൾ അത് സാധാരണക്കാരുമായി സംസാരിച്ച് വഷളാക്കാതെ പണ്ഡിതന്മാരെയാണ് അദ്ദേഹം തിരുത്താൻ വേണ്ടി ശ്രമിച്ചത്. കാരണം ഇവരൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? പണ്ഡിതന്മാരാണ്. പക്ഷേ പണ്ഡിതന്മാരിൽ ഒരു പറ്റം ആളുകൾ അതിനെതിരെ തിരിഞ്ഞു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും ജനങ്ങളെ ചൂഷണം ചെയ്ത് അതേപോലെ തന്നെ ഭരണാധികാരികളുടെ അടുക്ക പോയി സ്വാധീനം നേടി ഒക്കെ ജീവിക്കുന്ന പല ഉലമാക്കളും അദ്ദേഹത്തിൻ്റെ ഈ ശൈലി അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശുദ്ധീകരണ പ്രവൃത്തിയും അവർ അംഗീകരിച്ചില്ല. ആ കൂട്ടത്തിൽ ആ കാലഘട്ടത്തിൽ 3-4 പണ്ഡിതന്മാരുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, തഖിയുദ്ദീൻ സുബ്കി. ഇബ്നു തൈമിയ്യയെക്കാളും 10-20 വയസ്സ് കുറവുള്ള ആളാണ്. അദ്ദേഹം അതിനെതിരെ ശക്തമായി എന്ന് തന്നെ കിതാബൊക്കെ എഴുതിയിട്ടുണ്ട്. ഇബ്നു തൈമിയ്യയുടെ പാണ്ഡിത്യം അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി അറിയപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്തവരായിരുന്നു ആ കാലഘട്ടത്തിലുള്ള മിക്ക ഉലമാക്കളും. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വൈജ്ഞാനികമായി തിരിയുണ്ടായത് തഖിയുദ്ദീൻ ഇബ്നു സുബ്കി എന്ന് പറയുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് പിന്നീട് താജുദ്ദീൻ സുബ്കി എന്ന് പറഞ്ഞുകൊണ്ട് തബഖാത്തുൽ കുബ്ര എന്ന കിതാബൊക്കെ എഴുതിയിട്ടുള്ള വലിയ പണ്ഡിതന്മാരാണ് അവരുടെ മദ്ഹബിൽ. രണ്ടാമത് അശരീസാണ് അവരൊക്കെ പ്രചരിപ്പിച്ചിരുന്നത്. അതാണ് അവർ പഠിച്ചിട്ടുള്ളതും അതാണ് ഇസ്ലാം ദീനി എന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഈ ഒന്നാമതായി തൗഹീദിലേക്ക് പ്രവേശിച്ചതോടുകൂടി വിശ്വാസത്തിൽ ഇബ്നു തൈമിയ്യ എന്തൊക്കെ മാറ്റം വരുത്തുന്നു എന്ന പേരിൽ അവർ പ്രതികരിക്കാൻ തുടങ്ങി. അതിൽ അദ്ദേഹം ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്തിന് വേണ്ടിയിട്ട് യാത്ര പോകാൻ പാടില്ല എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഫത്വ പുറപ്പെടുവിച്ചു. റസൂലിൻ്റേത് മാത്രമല്ല ഒരു ഖബറും. അതെവിടെ കിട്ടിയതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ തുശദ്ദുർ റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ്. 3 പള്ളികളിലേക്കല്ലാതെ തീർത്ഥാടനം പാടില്ല. അതുകൊണ്ട് മദീനയിലേക്ക് ഒരാൾ പോകുന്നുവെങ്കിൽ അവർ നിയ്യത്താക്കേണ്ടത് മസ്ജിദിൻ്റെ മുന്നിലെ നിസ്കാരമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫ് സന്ദർശിക്കാം, സലാം പറയാം. ഉഹദിലെ ശുഹദാക്കളെ സന്ദർശിക്കാം, സലാം പറയാം. ബഖീയിലെ സന്ദർശിക്കാം, സലാം പറയാം. ഈ കാര്യം അദ്ദേഹം വിശദീകരിച്ചു. അതാണ് ശരിയായ രൂപം. പക്ഷേ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇകഴ്ത്തലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രചരിപ്പിച്ചു ആളുകൾക്കിടയിൽ. പക്ഷെ അതൊന്നും പൊതുജനങ്ങൾക്കിടയിൽ ഏശിയിരുന്നില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ആ നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പണ്ഡിതനായിരുന്നു സാധാരണക്കാർക്കിടയിൽ. പക്ഷേ ഈ ഉലമാക്കൾ ഇതിങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമില്ല. അതാണല്ലോ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കാറുള്ളത്. അമ്പിയാക്കളെ ബഹുമാനമില്ല. കാരണം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് സിയാറത്ത് പോകുന്നതിനെ ഇബ്നു തൈമിയ്യ വിമർശിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ശിഫാഉസ് സഖാം എന്നൊക്കെ പറഞ്ഞ് ഈ തഖിയുദ്ദീൻ സുബ്കിയുടെ കിതാബൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം പ്രാധാന്യത്തോടു കൂടി പറഞ്ഞത് തൗഹീദിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അതിലൊന്ന് തൗഹീദുൽ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം സമർപ്പിക്കുക. അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യം പരിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം വിശദീകരിച്ചു. അതിനൊക്കെ അദ്ദേഹത്തിന് പ്രത്യേക മുതാലകളൊന്നും ആവശ്യമായിരുന്നില്ല, പ്രത്യേക റഫറൻസ് ഗ്രന്ഥങ്ങളൊന്നും. കാരണം ഈ കാര്യങ്ങളൊക്കെ ആദ്യം തലയിലുണ്ട്. കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്നത് പോലെ അദ്ദേഹത്തിന് അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ 10,000-കണക്കിന് പേജുകൾ അദ്ദേഹം എങ്ങനെയാണ് ഈ ചെറിയ ജീവിതത്തിൽ എഴുതി തീർത്തത് എന്ന് നമുക്ക് അത്ഭുതത്തോടു കൂടി നോക്കാനേ പറ്റൂ. അപ്പോൾ അദ്ദേഹം അത് വളരെ കൃത്യമാണ്. അദ്ദേഹം എഴുതിയതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ട് എന്ന് ആരും സമർപ്പിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അതിനൊരു ദുർവ്യാഖ്യാനം ഉണ്ടായിരുന്നില്ല. സഹാബിമാർ മനസ്സിലാക്കിയ രൂപത്തിൽ തന്നെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറ്റുമോ തൂർ സീനാ പർവ്വതം സിയാറത്ത് ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കി അവിടെ പോയി. തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടു, ആ സഹാബിയെ. അവ ചോദിച്ചു, എവിടെ താങ്കൾ വരുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സീനാ പർവ്വതം കാണാൻ പോയി വരികയാണ്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു മറുപടി, നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഞാൻ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞു തരുമായിരുന്നു. ലാ തുശദ്ദുർ റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ്. 3 പള്ളികളിലേക്കല്ലാതെ തീർത്ഥാടനം നടത്താൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അപ്പോൾ സഹാബിമാർ മനസ്സിലാക്കി അങ്ങനെ തന്നെയാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ശൈലിയും അങ്ങനെ തന്നെയായിരുന്നു. ഒന്ന് പരിശുദ്ധ ഖുർആൻ, സുന്നത്ത്, അത് സലഫു സാലികൾ മനസ്സിലാക്കിയ രൂപത്തിൽ ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇബ്നു തൈമിയ്യ പ്രചരിപ്പിച്ചത്. അത് തൗഹീദിൻ്റെ വിഷയത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഇതിലേറെയൊക്കെ അവരെ ഇളക്കിവിട്ട സംഗതി തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളായിരുന്നു.
ആ വിഷയത്തിൽ അദ്ദേഹത്തിന് 2-3 ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് ഫതാവൽ ഹമവിയ, ഹമ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സിറിയയിലെ ഒരു പ്രവിശ്യയുണ്ട്, ഹമ എന്നാണ് അവർ പറയുന്നത്, അതിലേക്ക് ചേർത്തിട്ടാണ് ഹമവിയ എന്ന് പറയുന്നത്. അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തിനോട് ചോദിച്ചതാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ചൊക്കെ ഖുർആനിലും ഹദീസിലും വന്ന കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് അവിടുത്തെ പള്ളിയിലെ കുറച്ച് ആളുകൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അവർക്ക് എഴുതിയ മറുപടിയാണ്, വളരെ ചെറിയൊരു റിസാലയാണത്, ഒരു കിതാബാണ്. എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ സംബന്ധിച്ച്? അള്ളാഹു തആലയാണ് കൂടുതൽ അറിയുന്നത്, പിന്നീട് അറിയുന്നത് പ്രവാചകന്മാരാണ്. അള്ളാഹു അവൻ്റെ കിതാബിൽ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുക, പ്രവാചകന്മാർ അള്ളാഹുവിനെ പറ്റി പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുക. അതിന് അദ്ദേഹം 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മിൻ ഗൈരി തഹരീഫിൻ വലാ തഅ്തീലിൻ വലാ തംസീലിൻ വലാ തകീഫ്. ഖുർആനിൽ നിന്ന് അദ്ദേഹം, ഹദീസിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യമാണ്. അത് ദുർവ്യാഖ്യാനിക്കാതെ മനസ്സിലാക്കുക. ഉദാഹരണത്തിന് അർ-റഹ്മാനു അലൽ അർശിസ്തവ, അള്ളാഹു അവൻ്റെ അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഖുർആനിൽ വന്നതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ, 6 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഹദീസുകളിൽ എത്രയോ വന്നിട്ടുണ്ട്. അള്ളാഹു അവൻ്റെ അർശിൽ ഉപവിഷ്ടനായി എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് അർശുണ്ട്. അള്ളാഹ്ക്ക് അർശുണ്ടോ? അള്ളാഹു പടച്ച അവൻ്റെ മഖ്ലൂക്കുകളിൽ ഏറ്റവും വലുതെന്താണ്? അള്ളാഹിൻ്റെ അർശാണ്. അപ്പോൾ അള്ളാഹ്ക്ക് ഒരു അർശുണ്ട്, അള്ളാഹു അതിന് മുകളിലുണ്ട് എന്ന് ഖുർആനിൽ അള്ളാഹു തആല പറയുകയാണ്. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, അപ്പോൾ അള്ളാഹു മനുഷ്യന്മാരെ പോലെ ആവൂലേ, ഒരു കസേരയിൽ ഇങ്ങനെ കയറിയിരിക്കുക എന്ന് പറഞ്ഞാൽ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് നിങ്ങളങ്ങനെ കോലപ്പെടുത്തിയത് കൊണ്ടാണ്. നിങ്ങൾ ആദ്യം അള്ളാഹുവിനെ മനുഷ്യനായി കോലപ്പെടുത്തി, അതേപോലെ കസേരയെ ഇതേപോലെ ടേബിളായി നിങ്ങൾ കോലപ്പെടുത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തയാണ്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? അതാണ് ഒഴിവാക്കുക. അള്ളാഹു തആല ഈ കാര്യം ഖുർആനിൽ പറഞ്ഞപ്പോൾ ഒരു സഹാബിയും ചോദിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കസേര ഉണ്ടായാൽ പ്രശ്നമാവില്ലേ, അല്ലെങ്കിൽ അള്ളാഹു കയറിയിരിക്കുന്നത് പ്രശ്നമാവില്ലേ എന്ന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ വിശ്വസിക്കുക, അത് നിഷേധിക്കാതെ. രണ്ടാമത്, ഇതൊക്കെ ഖുർആനിലും ഹദീസിലും കണ്ടപ്പോൾ ചില പണ്ഡിതന്മാർ ചെയ്തത് അത് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നാണ്, അത് മനസ്സിലാകുന്ന രൂപത്തിൽ എന്ന് അവർ തെറ്റിദ്ധരിച്ചുകൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് അർശ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഗതിയുണ്ട്, പക്ഷേ അതിൻ്റെ അർത്ഥം അർശ് എന്നല്ല. അർശ് എന്ന് പറഞ്ഞാൽ സിംഹാസനം എന്നല്ല, അധികാരം എന്നാണ്. അപ്പോൾ ദുർവ്യാഖ്യാനിക്കുക, ഒന്ന് നിഷേധിക്കുക. വേറെ വിഭാഗം പറഞ്ഞു, മൂന്നാമത്തത് തഅ്തീൽ എന്നാണ് അതിന് പറയാം. അർശ് എന്ന് നമ്മൾ പറയാം, എന്താ അർത്ഥം? അർശ്. പക്ഷെ അർശ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ പറയാൻ പാടില്ല, അർശിൻ്റെ അർത്ഥം പറയാൻ പാടില്ല. അത്തല എന്ന് പറഞ്ഞാൽ പിന്നെ കാറ് അത്തലാൻ എന്ന് പറയും അറബി നാട്ടിൽ. അത്തലാൻ കാർ എന്തേലുണ്ട്, വർക്ക് ചെയ്യണില്ല, കേടുന്നു. അപ്പോൾ കാറ് എന്ന് പറഞ്ഞാൽ കാറ്, പക്ഷെ ഉപയോഗമൊന്നുമില്ല. അതേപോലെ അർശ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പദം അവിടെ ഉണ്ട്. അള്ളാഹു തആല ഇതിപ്പോൾ അർശിൻ്റെ വിഷയം മാത്രമേ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഖുർആനിൻ്റെ 3/1 ഭാഗവും ഇങ്ങനെ അള്ളാഹുവിനെ പറ്റിയുള്ള സിഫാത്തുകളും അള്ളാഹിനെ പറ്റിയുള്ള പിന്നെ സനാഹുകളൊക്കെ ഈ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അലീമാണ്, അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു കോപിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ അതൊക്കെ ഈ പറഞ്ഞ രൂപത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. കോപം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, കോപം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഏതോ ഒരു കാരണം അവൻ്റെ തലച്ചോറിലുണ്ടാവും. അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ബ്ലഡ് പിന്നെ പമ്പ് ചെയ്യപ്പെടുകയും ശരീരം ചൂടാവുകയൊക്കെ ചെയ്യുന്നതിനാണ് എന്ത് പറയുക? കോപം എന്ന് പറയുക. അള്ളാഹ്ക്ക് ഹൃദയമല്ല, രക്തമല്ല, പമ്പ് ചെയ്യുന്ന പ്രശ്നമല്ല. അപ്പോൾ അള്ളാഹു കോപിക്കൂല. പക്ഷേ അള്ളാഹു കോപിക്കുമെന്ന് ഒരുപാട് ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. യഹൂദന്മാരോട് കോപിച്ച് പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അത് അള്ളാഹു ശിക്ഷിക്കും. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്, ഓരോ സ്ഥലത്തും തരാതരം മാറ്റി വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ നിഷേധിക്കുക. ഇതൊന്നും ചെയ്യാതെ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ അംഗീകരിക്കുക. അങ്ങനെ അള്ളാഹു പറഞ്ഞത് വിശ്വസിച്ചാൽ അതിന് യാതൊരു തകരാറുമില്ല. പക്ഷെ അതിന് നമ്മൾ സൃഷ്ടികളോട് സാമ്യപ്പെടുത്താതെ, സാദൃശ്യപ്പെടുത്താതെ, അതല്ലെങ്കിൽ നമ്മൾ കോലപ്പെടുത്താതെ, അതിനാണ് തംസീൽ എന്ന് പറയാം. തകീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്യാം. ഇപ്പോൾ ഒരു കസേര എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി, ഞാനിപ്പോൾ പറയാൻ വിചാരിച്ചുള്ളൂ, ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് അയാളുടെ തല സിംഹത്തിനെ പോലെയാണ്, അയാളുടെ ഉടല് പോത്തിനെ പോലെയാണ്, കാല് ആനയെ പോലെയാണ്. അങ്ങനെ സംഗതി ഇല്ലല്ലോ. പക്ഷെ നമുക്ക് കോലപ്പെടുത്താലോ. ഇങ്ങനെ നമ്മളെ എന്തെങ്കിലും ഒന്ന് ഭാവനയിൽ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ വേറെ ഒരാളോട് സാദൃശ്യപ്പെടുത്തുകയോ ചെയ്യാം. നമ്മളുടെ അഹമ്മദ് അതാരാ? അത് നിങ്ങളുടെ എളാപ്പാൻ്റെ അതേ ഫേസ് കട്ടാണ് അയാൾക്ക്. അപ്പോൾ അതെന്താണ്? സാദൃശ്യം പറയും. അപ്പോൾ സാദൃശ്യം പറയുകയോ നമ്മൾ മനസ്സിൽ ഒരു സൃഷ്ടിയുടെ രൂപം സങ്കല്പിക്കുകയോ നിഷേധിക്കുകയോ ദുർവ്യാഖ്യാനിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇതോടുകൂടി എന്തായി? അള്ളാഹിൻ്റെ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ അതേ രൂപത്തിൽ അംഗീകരിക്കുക. പക്ഷേ ഈ പണ്ഡിതന്മാർ പറഞ്ഞത് ഇബ്നു തൈമിയ്യ അള്ളാഹു അള്ളാഹുവിനെ മനുഷ്യനോട് സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അതല്ലല്ലോ ഇവിടെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, മനുഷ്യരെന്നല്ല ഒരു സൃഷ്ടിയോടും ലൈസ കമിഥ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ,
അള്ളാഹു ഒരു സൃഷ്ടിയോട് സാദൃശ്യപ്പെടൂല. സൃഷ്ടികൾ അള്ളാഹുവിനോട് സാദൃശ്യപ്പെടൂല. പക്ഷെ നമ്മൾ പോയിട്ട് സാദൃശ്യപ്പെടുത്താൻ പാടില്ല. അള്ളാഹുവും അവൻ്റെ റസൂലും അള്ളാഹുവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളിലൊന്നും യാതൊരു തരത്തിലും സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലുമില്ല. അള്ളാഹു തആല പറഞ്ഞു, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസിയാണ്. എൻ്റെ പേരിന് ആയത്തുൽ കുർസി എന്നാണ്. എന്താണ് കുർസി? അള്ളാഹുവിൻ്റെ പാദസ്ഥാനങ്ങളാണ് എന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലെറ്റർ എഴുതി. ഇത് അവിടെ വലിയ പ്രശ്നമായി. അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, സാധാരണക്കാരെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ പണ്ഡിതന്മാർ ഇതൊക്കെ ക്രോഡീകരിച്ചു, എന്നിട്ട് അവിടെ എടുത്തു വെച്ചു. അതേപോലെ തന്നെ വാസിത്ത് പറഞ്ഞാൽ ഇപ്പോൾ ലബനാനിലുള്ള ഒരു പ്രദേശമാണ്. അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തിനോട് ഫത്വ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം വാസിത്തിയ എന്ന് പറഞ്ഞ അഖീദത്തുൽ വാസിത്തിയ എന്ന് പറഞ്ഞൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ കിതാബ് എഴുതുക എന്ന് പറഞ്ഞാൽ അസറിൻ്റെയും മഗ്‌രിബിൻ്റെ ഇടയിലും ദുഹർ ബാങ്ക് കൊടുത്തിട്ട് അസർ ബാങ്ക് കൊടുക്കുമ്പോഴത്തിൻ്റെ ഇടയിലൊക്കെയാണ് ഇത് എഴുതി തീർക്കുക. അത്ര വലിയ പാണ്ഡിത്യത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ തദമ്മുരിയ എന്ന് പറയുന്ന കിതാബുണ്ട്. പാൽമിറ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് പേര്. ഇപ്പോൾ ഇവിടെയൊക്കെ ബോംബിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ പ്രദേശം, പാൽമിറ. അവിടുത്തെ ആളുകളെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഖളാ ഖദറിനെ പറ്റി കിതാബ് എഴുതിയിട്ടുണ്ട്. ഇതിലൊക്കെ പലതും ഈ അശ്അരി ചിന്താധാരക്ക് അതേപോലെ തന്നെ അഖിലാനികൾക്ക് എതിരായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇളകി വശായി. കാരണം അവരൊക്കെ ഇസ്ലാം ദീനായി മനസ്സിലാക്കിയിട്ടുള്ളത് ഈ മന്തിക്കും തർക്കശാസ്ത്രവും ജദലും ഒക്കെ ആയിരുന്നു. അതിലൊക്കെയുള്ള അറിവാണ് ഇസ്ലാം ദീനിലെ അറിവ് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. ഇസ്ലാമിക കേന്ദ്രങ്ങളിൽ പോയി അവർ പഠിച്ചിരുന്നത് ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതൊക്കെ പലപ്പോഴും ഇവിടെയൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഞാൻ അതല്ലല്ലോ നമ്മളുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ തർക്കശാസ്ത്രമാണ് പ്രധാനമായിട്ട് ഇൽമ്. എന്നാൽ ഇബ്നു തൈമിയ്യയുടെ അടുത്ത് ഇങ്ങനെയുള്ള യാതൊരു കാര്യവുമില്ല. അദ്ദേഹം പറയുന്നത് എന്താണ്? ഖുർആനും ഹദീസുമാണ് അദ്ദേഹത്തിൻ്റെ അടുക്കലുള്ളത്. ഇവരുടെ അടുക്കലുള്ളതോ തർക്കശാസ്ത്രത്തിലുള്ള ഭയങ്കര അത്ഭുതങ്ങൾ, അതിലൂടെ ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കുക. ഇങ്ങനെ ഒരു തലയും പാലുമില്ലാത്ത കാര്യങ്ങൾ സ്ഥാപിക്കാൻ എന്ന പേരിൽ ഒരുപാട് കാര്യങ്ങൾ വലിയ വലിയ പണ്ഡിതന്മാർ അതിൽ പെട്ടുപോവുകയും അത് പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കിതാബുകൾ വായിക്കാനോ നോക്കാനോ പഠിക്കാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ആ കിതാബിൽ തന്നെ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിലുണ്ട്, പേരൊക്കെ മറന്നുപോയി. അതിൻ്റെ തുടക്കത്തിലെ വരി തന്നെയുള്ളത് വബനു സ്വലാഹി വന്നവാവി ഹറമ വഖാല ഖൗമുൻ യംബഗി അൻ യുഅലമ. ഈ കിതാബ് വായിക്കാൻ പാടില്ല എന്ന് ഇബ്നു സലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇമാം നവവി പറഞ്ഞിട്ടുണ്ട്, വേറെ ഏതൊക്കെയോ ചങ്ങാതിമാർ പറഞ്ഞിട്ടുണ്ട്. വായിച്ചാൽ തിരക്കേടില്ല. ഇതാണ് നമ്മൾ ഭക്ഷണം കൊടുത്ത് പള്ളിക്കൽ നിർത്തിയിട്ടുള്ള മുസ്ലിയാക്കന്മാർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് പല പള്ളികളിലും. അപ്പം ഇതാണ് ഇൽമ് എന്ന് മനസ്സിലാക്കിയ ആളുകളുടെ അടുത്ത് പോയിട്ട് ഇത് നോക്കാനും പഠിക്കാനും പാടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? ഇദ്ദേഹത്തിനെതിരെ തിരിയും. അപ്പോൾ ആദ്യമായി അദ്ദേഹം ചെയ്തത് തൗഹീദിൻ്റെ ഈ ശുദ്ധീകരണമാണ്. പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും ഇടയിൽ കടന്നുകൂടിയിട്ടുള്ള അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം കിതാബ് എഴുതി. അപ്പം അത് പ്രചരിപ്പിച്ചു. ആ രൂപത്തിൽ ഫത്വ അദ്ദേഹം കൊടുക്കുകയുണ്ടായി. ഇതിൻ്റെ അടിത്തറ തന്നെ അടിവേരറക്കുന്ന രൂപത്തിലുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. അതിന് മര്യാദക്ക് മറുപടി പറയാനോ എഴുതാനോ അവർക്ക് സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ അഖിലാനികൾ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഒരു വശമായിരുന്നു. എല്ലാ സംഗതികളും ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് അതിലൂടെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞ ഒരു ചിന്താഗതി ഹിജറ 3-ാം നൂറ്റാണ്ടിന് ശേഷം ഇസ്ലാമിക ലോകത്ത് വന്നിരുന്നു. ഇസ്ലാമിക ലോകത്തെ വലിയ പണ്ഡിതന്മാർ അതിൻ്റെ സ്വാധീനത്തിൽ പെടുകയും ചെയ്തിരുന്നു. അതിൽ പെടാത്തവരെ കുറേ മണ്ടന്മാർ, ബുദ്ധിയില്ലാത്ത ആളുകൾ, തീറ്റക്കൊതിയന്മാർ, തലക്കെട്ടുകാരെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കലായിരുന്നു ഈ അഖിലാനികളായ പണ്ഡിതന്മാർ. അവരുടെ കഥകളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ബുദ്ധിയാണ് എല്ലാത്തിൻ്റെ അടിത്തറ. ഇതിന് അവർക്കുണ്ടായത് ചില മാനദണ്ഡങ്ങളുണ്ടായിരുന്നു. ഗ്രീക്ക് ഫിലോസഫി ആയിരുന്നു ഇസ്ലാമിക ലോകത്തെ ഭരിച്ചിരുന്നത്. ഇപ്പോൾ ചില പാശ്ചാത്യ രാജ്യങ്ങൾ ഭരിക്കുക എന്ന് പറഞ്ഞ പോലെ എന്ത് പറഞ്ഞാലും എന്തിലൂടെയാണ് മനസ്സിലാക്കുക? നമ്മളൊരു മൊബൈൽ വാങ്ങുകയാണ്, ആരുണ്ടാക്കിയതാ? ആ രാജ്യം, എന്നാ ഓക്കെ. വേറെ രാജ്യക്കാരാണെങ്കിലോ അത് പറ്റില്ല എന്ന് പറഞ്ഞ രൂപത്തിൽ നമ്മളുടെ ചിന്തയും നമ്മളുടെ പഠന രീതിയും ഒക്കെ സ്വാധീനിച്ചിരുന്നത് ഗ്രീക്ക് ഫിലോസഫി ആയിരുന്നു. അത് ഒന്നുമല്ല എന്ന് തകർത്ത് തരിപ്പണാക്കി കൊടുത്തു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തിൻ്റെ ദർഉ തആറുദുൽ അഖ്ൽ വൻ നഖൽ, ബുദ്ധിയും അതേപോലെ തന്നെ നഖല് പ്രമാണങ്ങളും എതിരല്ല. ഒരിക്കലും ശരിയായ ബുദ്ധിക്ക് പ്രമാണം എതിരാവില്ല. ഒന്നുകിൽ ആ പ്രമാണം സ്ഥിരപ്പെട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിക്ക് സ്ഥിരത ഉണ്ടാവില്ല. അതല്ലാതെ ഒരിക്കലും അത് എതിരാവില്ല എന്നതിന് അദ്ദേഹം 10-16 വാളിലുള്ള വലിയ കിതാബ് എഴുതിയിട്ടുണ്ട്. അതിൽ ഓരോ കാര്യങ്ങളും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അഖിലാനികൾ എന്ന് പറഞ്ഞ ചില പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ. നമ്മൾ വിചാരിക്കും അവർ വലിയ ബുദ്ധിയുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞൊന്നും മനസ്സിലാവാത്തതുകൊണ്ടാണ് അവർ എങ്ങനെ അഖിലാനികൾ എന്ന് പറയുന്നതാണ്. അതുകൊണ്ടല്ല. അഖിലാനികൾ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത ആൾക്കാരാണ് അവർ. എൻ്റെ ഒരു എളിയ നിരീക്ഷണം അതാണ്. അതായത് ഖുർആനിൽ പറഞ്ഞൊരു കാര്യത്തെപ്പറ്റി പറഞ്ഞാൽ അവർക്കറിയില്ല, ഹദീസിൽ പറഞ്ഞ കാര്യത്തെപ്പറ്റി പറഞ്ഞാലും അവർക്കറിയില്ല. പിന്നെ അഖിലാനികൾ എന്ന് പറയുന്നത് എന്താ? ഒന്നും അറിയാത്തതുകൊണ്ട് പിന്നെ അവരടുത്ത് ബാക്കിയുള്ള എന്താണ്? കുറേ
നാടൻ ചിന്താഗതി. അപ്പോൾ അതാണ് അഖിലാനികൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ പറഞ്ഞ അഖിലാനികളതല്ല. അവർക്ക് അതിൻ്റെതായ കുറേ മുഖദ്ദിമാത്തുകൾ, ചില കവായതുകളും ഫോർമുലൊക്കെ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിരീക്ഷിക്കുക, പറയുക എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ കേട്ട രൂപത്തിലുള്ള തമാശകൾ, അതൊക്കെയാണ് അവരുടെ അഖിലാനിസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബയാനു തൽബീസുൽ ജഹ്മിയാക്കളെ ഇസ്ലാം ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള വസ്വാസുകൾ, അതിൽ അദ്ദേഹം പ്രത്യേക കിതാബ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ ഭക്തിയോടുകൂടി കണ്ടിരുന്ന കുറേ ആൾക്കാരുണ്ട്. ദർസിലേക്ക് ഓതാൻ വേണ്ടി കുട്ടികളെ പറഞ്ഞയച്ചാൽ അവർ അവിടെ ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കൊല്ലം കൊണ്ട് തീർന്നു. പിന്നെ ഓതുനെന്താണ്? ഈ പറഞ്ഞ സംഗതികളാണ്. 10 വർഷം ഒരാൾ ഓതിയാൽ 7 വർഷം ചിലവഴിക്കുന്നത് ഈ ചെറിയ കിതാബ് ഓതാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അശറത്ത് കുത്തുബ് പറയും, 10 കിതാബ് എന്ന് പറയും. ഞങ്ങളൊക്കെ പള്ളി ദർസിൽ ചെറുപ്പത്തിൽ പഠിച്ചതാണ്. അത് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജൊക്കെ അതിൽ തീർന്നു. പിന്നെ എടുക്കുന്നത് ഭാഷാപരമായ കിതാബാണ്. അജ്നാസ്, മീസാന്, സഞ്ചാന് ഒക്കെ പറഞ്ഞ കിതാബുണ്ട്. ഇതൊക്കെ ഭാഷയാണ്. അജ്നാസ് എന്ന് പറഞ്ഞാൽ സർഫിൻ്റെ കിതാബാണ്. ഫയല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഒരു മീസാന് സർഫിൻ്റെ കിതാബ്, അജ്നാസ് നെഹ്വിൻ്റെ കിതാബ്, സഞ്ചാന് പിന്നെ അതിൻ്റെ വിശദമായ രൂപം വേറെ അലിമീതിയതാണ്. അതൊക്കെ തിരക്കടില്ല, ഭാഷയെ പഠിക്കുകയാണ്. പിന്നെ സാഹിത്യം, അലങ്കാരം, ഉപമ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ആണ് വളരെ വർഷങ്ങളെടുത്ത് പഠിക്കുന്നത്. പിന്നെ ലാസ്റ്റ് കുറച്ചൊക്കെ ഫിഖ്, ഇത് പണ്ഡിതന്മാർ പറഞ്ഞത് എങ്ങനെ മനസ്സിലാക്കാം എന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കും. അത് ഖുർആനിൻ്റെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമില്ല മനസ്സിലാക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ തഖ്ലീദിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് നമ്മളുടെ മദ്ഹബിലൂടെ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളുടെ മദ്ഹബിലൂടെ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു വിവാഹം എങ്ങനെയാണ് നടത്തേണ്ടത്, ഷാഫി മദ്ഹബിൽ എന്തൊക്കെയാണ് വിവാഹത്തിനുള്ള ഷർത്തുകൾ, വരൻ ആരായിരിക്കണം, വധു ആരായിരിക്കണം, വധുവിന് എന്തൊക്കെ ഷർത്ത് വേണം, പിന്നെ കുഫു വെക്കുക എന്നൊക്കെ പറയലുണ്ട് ഇതിന് മുമ്പ്. വധു ആരായിരിക്കണം, വരൻ ആരായിരിക്കണം. ശരി, ഇനി നിക്കാഹ് ചെയ്യാണ്, അപ്പോൾ എന്തൊക്കെ വേണം? സാക്ഷികൾ വേണം. ഇപ്പോൾ ഷാഫി മദ്ഹബുകാരാണെങ്കിൽ എന്ത് വേണം? ഹദീസിൽ പറഞ്ഞ രൂപത്തിൽ തന്നെ ലാ നിക്കാഹ ഇല്ലാ ബിവലി വശാഹിദൈ അദൽ, 2 സാക്ഷികളും വേണം, വലിയും വേണം അല്ലേ. വലിയും വേണം, കുട്ടിയുടെ വലിയ വേണം, പെണ്ണിൻ്റെ വലിയ വേണം, 2 സാക്ഷിയും വേണം. പിന്നെ അത് മുസ്ലിയാക്കന്മാർ ചൊല്ലിക്കൊടുക്കും എങ്ങനെയാണ് ആ പദങ്ങളൊക്കെ. ഹനഫി മദ്ഹബിലാണെങ്കിലോ അതൊക്കെ ഉണ്ടായാൽ തിരക്കടൊന്നുമില്ല. ബിരിയാണി, ചമ്മന്തിയും ഇതൊക്കെ കിട്ടണ പോലെ. ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതായത് ഒരാളേ ഉള്ളൂ സാക്ഷിയായിട്ട്, എന്നാൽ കുഴപ്പമില്ല. ഇനി സാക്ഷി ആരും ഇല്ലേ, എന്നാലും പ്രശ്നമൊന്നുമില്ല. അതായത് ഒരു പെണ്ണിന് സ്വയം എന്ത് ചെയ്യാം? ബിക്കിറിന് പറ്റില്ല. ബിക്കിർ എന്ന് പറഞ്ഞാൽ കന്യക, വിവാഹമോചിതയായ ഒരു സ്ത്രീക്ക് രണ്ടാമത് കല്യാണം ചോദിച്ചാൽ പിന്നെ ആരാവശ്യമില്ല? വലിയൻ്റെ സമ്മതവും ആവശ്യമില്ല, സാക്ഷികളെ ആവശ്യമില്ല എന്നാണ് ഹനഫി മദ്ഹബ്. അപ്പം അങ്ങനെയാണ് ആ കിതാബിൽ പഠിക്കുക. നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞാലോ ഹനഫി മദ്ഹബിന് അവരുടേതായ രൂപത്തിലുണ്ട്, ഷാഫിയാക്കൾക്ക് അവരുടെ രൂപത്തിലുണ്ട്. ഇപ്പം ഷാഫി മദ്ഹബ് അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയെ സ്പർശിച്ചു പോയാൽ അത് മനഃപൂർവ്വമാണെങ്കിലും അടുത്ത കുടുംബക്കാരാണെങ്കിലും ഈ ഉമ്മയും സഹോദരി അല്ലാത്ത തരത്തിലുള്ള മകളും അല്ലാത്ത പെണ്ണുങ്ങളുണ്ട്, അതിലേതെങ്കിലും ഒരു സ്ത്രീനെ മുട്ടിപ്പോയാൽ എന്തായി? ഒതും മുറിഞ്ഞു. ഹനഫികൾക്കോ അവർക്കത് നല്ല കട്ടിയുള്ള ഒതുവാണ്, മുറിയില്ല. ഇപ്പോൾ ഇവിടുന്ന് ഹാജിമാരൊക്കെ മക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് മദ്ഹബ് മാറ്റും. മദ്ഹബ് മാറ്റാൻ ഒതുവിൻ്റെ കാര്യത്തിലേ മാറ്റുള്ളൂ, ബാക്കി അവർക്ക് അറിയില്ലല്ലോ. ഇവിടുന്ന് പഠിച്ചിട്ടില്ല എങ്ങനെയാണ് നിസ്കാരം, ഷാഫി മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവിടുത്തെ ഉസ്താദ് പറഞ്ഞു കൊടുക്കും, നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ സ്ത്രീകളെ മുട്ടിയേക്കാം, അപ്പോൾ നമ്മൾ തവാഫിന് എന്ത് വേണം? ഒതു ഷർത്താണ്. അപ്പോൾ ഷാഫി മദ്ഹബ് പ്രകാരം ഒതു മുറിഞ്ഞു, ഒതു എടുക്കാൻ പോയി. ഇപ്പോൾ 1 കിലോമീറ്റർ പോകണം പുറത്തേക്ക് പോകണമെങ്കിൽ. ഇപ്പോൾ ഹറമിനൊക്കെ പല സ്ഥലത്തും ചെറിയ ഒതു സ്ഥലമൊക്കെ സംവിധാനിച്ചിട്ടുണ്ട്. അതിന് കുറച്ച് മുന്നൊക്കെ കുറേ നടന്നു പോയിട്ട് വേണം ഒതു ചെയ്ത് വരാൻ, പിന്നെ ഇങ്ങോട്ട് എത്തിക്കൊള്ളൊന്നുമില്ല. അപ്പോൾ അവർ ചെയ്യുന്ന സൂത്രപ്പണി എന്താണെന്ന് വെച്ചാൽ മദ്ഹബ് മാറുക, എന്നിട്ട് നിസ്കരിക്കുമ്പോഴോ അത് ഷാഫി മദ്ഹബ് തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആഭാസത്തരങ്ങളാണ് പിന്നെ ചെയ്യേണ്ടി വരിക ഇത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ. ചുരുക്കത്തിൽ ഈ തരത്തിലുള്ള വലിയ വിജ്ഞാനമാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങളെ അദ്ദേഹം തച്ചുടക്കുകയാണ്. അതിനെ വൈജ്ഞാനികമായി പ്രതിരോധിക്കാൻ അവർക്ക് കഴിയണില്ല. അതുകൊണ്ട് ആ പണ്ഡിതന്മാർ ചെയ്തത് മംലൂക്കി ഭരണാധികാരികളെ സമീപിച്ചിട്ട് ഇബ്നു തൈമിയയെ സംബന്ധിച്ച് വലിയ കുറ്റപത്രം തയ്യാറാക്കി, എന്നിട്ട് രാജാക്കന്മാർക്ക് കൊടുത്തു. ഇപ്പോൾ അവർ പ്രചരിപ്പിക്കാറുള്ളത് നേരെ തിരിച്ചാണ്. രാജാക്കന്മാരുടെ അടുത്ത് പോയിട്ട് പിന്നെ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തിട്ടാണ് വഹാബികൾ പോലെന്നൊക്കെയാണ്. എന്നാൽ ചരിത്രം പരിശോധിച്ച് നോക്കി അങ്ങനെയൊന്നുമല്ല ഉണ്ടായിട്ടുള്ളത്. ഇബ്നു തൈമിയക്കെതിരെ ഇങ്ങനെ കുറ്റപത്രം തയ്യാറാക്കി പറഞ്ഞ കിതാബുകളൊക്കെ ക്രോഡീകരിച്ചിട്ട് ഇദ്ദേഹം അള്ളാഹു മനുഷ്യനെ പോലെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എവിടെ പറഞ്ഞിട്ടുള്ളത്? ഈ കിതാബുകളിൽ. ആ കിതാബുകളിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്.
പിന്നെ പ്രവാചകന്മാരെ അധിക്ഷേപിച്ചിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതേപോലെ ഔലിയാക്കളെ ചീത്ത പറയുന്ന ആളാണ്. അതെന്താ കാരണം? ആ കാലഘട്ടത്തിൽ വളരെ അത്ഭുതകരമാണ് പണ്ഡിതന്മാരുടെ വരെ അവസ്ഥ. ഈ നമ്മൾ ഈ മെമ്പർഷിപ്പ് എടുക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഓരോ തരീക്കത്തിലും മെമ്പർഷിപ്പ് എടുക്കാൻ ബയ്യത്തുണ്ടാവും. ബയ്യത്ത് ചെയ്ത് തരീക്കത്തിന്റെ ഇമാമിന് ഇയാൾ സ്വീകാര്യനായി കഴിഞ്ഞാൽ, തരീക്കത്തിന്റെ ഷെയ്ഖ് മഷായിഖ് മാർക്ക് ഇവൻ സ്വീകാര്യനായി കഴിഞ്ഞാൽ അവരൊരു ചരട് കൊടുക്കും. അത് പലതരത്തിലാണ്, ഓരോ തരീക്കത്തിന്റെ രൂപം അനുസരിച്ചാണ്. ഇവിടുന്ന് ഈ ഹജ്ജ് ഗ്രൂപ്പുകൾ പോകുമ്പോൾ കണ്ടിട്ടില്ല നിങ്ങൾ, തട്ടം സ്ത്രീകളെയാണ് അവർ തിരിക്കാറുള്ളത്. പുരുഷന്മാർക്ക് പിന്നെ പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ല. ഒരു വരയുള്ള പിന്നെ മക്കനിടുന്നവർ, 2 വരയുള്ളവർ, ചുവന്ന വരയുള്ളവർ, വെളുത്ത വരയുള്ളവർ, നീല വരയുള്ളവർ, ഇതേപോലെയാണ്. തലയ്ക്കെട്ട് ചിലപ്പോൾ ഉസ്താദ് തരും തരീക്കത്ത്. അത് മഞ്ഞ തലയ്ക്കെട്ട്, വെള്ള തലയ്ക്കെട്ട്, പച്ച തലയ്ക്കെട്ട്, പിന്നെ പച്ചത്തൊപ്പിൻ്റെ മുകളിൽ വെള്ള തലയ്ക്കെട്ട്. ഇതൊക്കെയാണ് ആരുടെ ചിഹ്നങ്ങൾ? ഓരോ തരീക്കത്തിൻ്റെയും തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ. അത് ഈ തരീക്കത്തിൻ്റെ ഷെയ്ഖ് തരും. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫതാവയിലൊക്കെ അതിനെപ്പറ്റി 100 കണക്കിന് പേജുകളാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ പള്ളിക്ക് പ്രശ്നം ഉണ്ടാവും. വെള്ള തലയ്ക്കെട്ടുകാർ പച്ച തലയ്ക്കെട്ടുകാർ അടി. ഇവ ഇമാം നിന്നാൽ ശരിയാവില്ലാന്ന്, മറ്റൊരു അവൻ നിന്നാൽ ശരിയാവില്ലാന്ന് ഇവർ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതൊന്നും അള്ളാഹു തആല പഠിപ്പിച്ച് തീരില്ല, പച്ച തലയ്ക്കെട്ടും വെള്ള തലയ്ക്കെട്ടൊന്നും. നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പോകാം. ഇന്ന ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ചാൽ അദ്ദേഹം വെള്ള തലയ്ക്കെട്ടിട്ട് അതുമായി തലയും കെട്ടിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് മുസ്ലിങ്ങളിൽ നിങ്ങൾ വേർതിരിച്ചറിയാനുള്ളൊരു അടയാളമല്ല. അങ്ങനെ അള്ളാഹു തആല ആരെയും പ്രത്യേകം വേർതിരിച്ചിട്ടുമില്ല. അതേപോലെ തന്നെ ഉലമാക്കൾ, സൂഫിയാക്കൾ, അത് പ്രത്യേകം വസ്ത്രം വേണം. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത്. പിന്നെ ഭ്രാന്തന്മാരായ ആൾക്കാർ, അവരൊക്കെയാണ് ഔലിയാക്കൾ എന്നാണ് വിചാരിച്ചിരുന്നത്. സുഖമില്ലാത്ത ആൾക്കാർ, മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം. ഇതൊക്കെ എന്താണ് അവരെ പറയുക, അബ്ദാലുകൾ അല്ലേ, അങ്ങനെ ഉള്ള ആൾക്കാർ. അപ്പോൾ അദ്ദേഹം അതൊക്കെ വിശദീകരിച്ചു, ഇതൊന്നും ഔലിയാക്കളല്ല. അദ്ദേഹം പറഞ്ഞത് അഫ്ദലുൽ കറാമ ലുസൂമുൽ ഇബാദ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഇബാദത്ത് അനുസരിച്ച് ജീവിക്കുക, മഅസിയത്ത് ചെയ്യാതെ ജീവിക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹം അങ്ങനെ തന്നെയാണ് ജീവിച്ചിരുന്നത്. ഒരുപാട് ഉലമാക്കൾ ആ രൂപത്തിൽ ഇപ്പോഴും ജീവിക്കുന്നു, പഴയ കാലത്തുണ്ടായിരുന്നു. അതാണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ. എന്നാൽ ആ കാലഘട്ടത്തിൽ പൊതുജനം മനസ്സിലാക്കി വെച്ചിരുന്നത് കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ പല ആൾക്കാരും വിചാരിച്ച പോലെ തന്നെ എങ്ങോട്ടേലും ഇങ്ങനെ നോക്കുക, അന്തം വിട്ട്, ഇയാൾ മാനസിക രോഗമായതുകൊണ്ട് നോക്കുന്നതാണ്. ഓട്ടിസം ബാധിച്ചവർ, അതേപോലെ മറ്റു അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ. അപ്പോൾ അത് അർശിലേക്ക്, ലോഹൽ മഹ്ഫൂദിലേക്കാണ് നോക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും അലക്ഷ്യമായിട്ട് ശബ്ദം ഉണ്ടാക്കും, അതിപ്പോൾ മീക്കായിലിനെ ഓടിച്ചതാണ്, അയാളെന്തോ മാനസിക രോഗമായിട്ട് പ്രതികരിച്ചതാണ്. ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് പല സ്ഥലങ്ങളിലും കാണാറുണ്ടായിരുന്നു ഈ പരിഷ്കരണത്തിനൊക്കെ ശേഷം. അപ്പോൾ അന്നത്തെ അവസ്ഥ എന്തായിരിക്കും? ഇതൊക്കെ കൂടി ഇളകി വശായി ഇവർ രാജാക്കന്മാരുടെ സമീപിച്ചു, അദ്ദേഹത്തിനെ ജയിലിലടച്ചു. 7 തവണയാണ് അദ്ദേഹം പിന്നെ ജയിലിൽ താമസിച്ചിട്ടുള്ളത് ജീവിതകാലത്തിൽ. മൊത്തം കൂട്ടി നോക്കിയാൽ 7 പ്രാവശ്യം. അതിൽ പിന്നെ 14 ദിവസം കിടന്നതുണ്ട്, 4-5 മാസം കിടന്നതുണ്ട്, 2.5 വർഷം അവസാനം അദ്ദേഹം ജയിലിൽ തന്നെയാണ്. ഡമസ്കസിലെ കോട്ടയിലാണ് അദ്ദേഹം എത്തിക്കപ്പെട്ടിരുന്നത്. അതിലൊരു മാളം പോലെയുള്ള ഒരു, ഈ പാലക്കാട് കോട്ടയിലൊക്കെ പോയാൽ നമ്മൾ ജുബ് എന്ന് പറയുന്ന പിന്നെ സെല്ലുണ്ടാവുമല്ലോ, ഈ മയ്യത്ത് ശവം കല്ലറ പോലെയുള്ള, അങ്ങനെ തടവറയിൽ അദ്ദേഹത്തിനെ അവസാന കാലഘട്ടത്തിൽ പാർപ്പിച്ചിരുന്നു. അപ്പോൾ അതിനു മുമ്പ് പല തവണ ജയിലിലടക്കപ്പെട്ടു. അതൊക്കെ ഈ രൂപത്തിലുള്ള കാരണങ്ങളാണ്. അപ്പോൾ ഒരു യഥാർത്ഥ പണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ തിരുത്താനോ മാറ്റാനോ അതല്ലെങ്കിൽ ഖുർആനിലും ഹദീസിനെയും കൈയൊഴിയാനോ തയ്യാറായില്ല. ഈ ത്യാഗങ്ങളൊക്കെ, ഈ മർദ്ദനങ്ങളും പീഡനങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യത്തിലേക്ക് നടന്ന് കയറുക തന്നെയാണ് ചെയ്തത്. അതിൽ അദ്ദേഹം വിജയിച്ചു. അതിന് നമ്മൾക്ക് അദ്ദേഹം സമർപ്പിച്ച ഗ്രന്ഥങ്ങൾ സാക്ഷിയാണ്. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി ആരും എഴുതിയിട്ടില്ല, അതിൽ ഇന്ന കാര്യത്തിലാണ് പിഴവുള്ളത് എന്ന്. അദ്ദേഹത്തിൻ്റെ ഓരോ വിഷയത്തിൽ അദ്ദേഹത്തിന് കിതാബുകളുണ്ട്. ഉദാഹരണത്തിന് അൽ ഇസ്തിഗാസ, അത്തവസ്സുൽ, അതിലുള്ള കിതാബുകളാണ്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള വ്യാപകമായ പിഴവുകൾപ്പെട്ടതാണല്ലോ. അതേപോലെ അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് അൽ ജവാബു സഹീഹ് ലിമൻ ബദ്ദല ദീനൽ മസീഹ്, ഈസാ നബിയുടെ ദീന് മാറ്റിമറിച്ചവർക്കുള്ള മറുപടി. അത് സൈപ്രസിലെ ഒരു ക്രിസ്തീയ പുരോഹിതൻ മുസ്ലിങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് എല്ലാവരും പിന്നെ ഈസാ നബിൻ്റെ മതം എന്ന് പറയുന്ന ക്രിസ്തു മതത്തിലേക്ക് മാറണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കിതാബ് എഴുതി. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആരും അതിന് മറുപടി എഴുതിയിട്ടില്ല. ഇബ്നു തൈമിയ്യയുടെ കയ്യിൽ അത് ലഭിച്ചു, അദ്ദേഹം അതിന് മറുപടി എഴുതി. അതാണ് ആധുനിക കാലഘട്ടത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ള പ്രബോധകന്മാരൊക്കെ പിൽക്കാലത്ത് ഉപയോഗിച്ച ഗ്രന്ഥമായ ഇൽഹാറുൽ ഹഖ് എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. അതിലെ ഗ്രന്ഥകർത്താവ് റഹ്മത്തുള്ളാഹിൽ കൈറാനവി, പിന്നെ യു പിയിലെ കൈരാന എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായിരുന്ന ഒരു ആലിമാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ.
ഫണ്ടർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സ്വാധീനം പറ്റിക്കൊണ്ട് വന്ന ഒരാൾ ഇന്ത്യയിലുടനീളം ഈ സുവിശേഷ പ്രവർത്തനം നടത്തുകയും മുസ്ലിങ്ങളെ മതം മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ അതിനെതിരെ ഈ റഹ്മത്തുല്ലാഹി അൽ കിറാനവി അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ്. അതിൻ്റെ അവലംബം എന്തായിരുന്നു? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ കിതാബാണ്. അദ്ദേഹമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ കിതാബിലൂടെയാണ് അഹ്മദീദാത്ത് വരുന്നത്. നമ്മൾ പിന്നീട് കാണുന്ന പ്രബോധകന്മാരൊക്കെ അതിനെയാണ് അവലംബിച്ചിട്ടുള്ളത്. വളരെ അടിസ്ഥാനപരമായി ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ യഥാർത്ഥ ദീൻ ഇസ്ലാമാണ്, ഇന്ന് അവരുടെ കൈകളിലുള്ള ബൈബിളുകൾ തിരുത്തപ്പെട്ടതാണ് എന്നൊക്കെ സ്ഥാപിച്ചുകൊണ്ട് എഴുതിയ വലിയ 5-8 വാള്യങ്ങളുള്ള കിതാബാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം എഴുതിയ വളരെ പ്രസിദ്ധമായ കിതാബ് പെട്ടതാണ് കിതാബുൽ ഈമാൻ. ഇത് ഇസ്ലാമിക ലോകത്ത് ഇന്നും പിഴവുള്ള വിഷയമാണ് ഈമാൻ. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലൊക്കെ പല രാജാക്കന്മാരും നേതാക്കന്മാരും ഒക്കെ അതിൻ്റെ പിഴവിൽപ്പെട്ട ആളുകളാണ്. അതായത് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യൂല. ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരാൾ കലിമ ചൊല്ലി അവനെന്തായി? മുസ്ലിമായി. പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ യൂറോപ്പിലെ ക്രിസ്ത്യാനികളെ പോലെ ക്രിസ്മസിൻ്റെ അന്ന് വിളക്ക് കൊളുത്തുക, ക്രിസ്മസ് ട്രീ കത്തിക്കുക, ലൈറ്റ് ഇടുക, കല്യാണത്തിൻ്റെ അന്ന് അവരുടെ എല്ലാ വ്യഭിചാരവും തോന്നിയാസവും കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിവാഹ ചടങ്ങ് അതുണ്ടാവും. ഇതേപോലെ മുസ്ലിങ്ങൾ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നിടത്തേക്ക് മുസ്ലിങ്ങൾ എത്തിയിട്ടുള്ളത് ഈമാനിനെ സംബന്ധിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിലെ വ്യത്യാസം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ രചിച്ച ഗ്രന്ഥങ്ങൾ, അദ്ദേഹം നമുക്ക് സമർപ്പിച്ച അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തിന് സമർപ്പിച്ച ഗ്രന്ഥങ്ങൾ, അതിൻ്റെ ശൈലി അറബി ഭാഷ മനസ്സിലാകുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റും. അതിൽ ദർഉ തആറുദുൽ അഖ്ലി വൻ നഖ്ലി ചിലപ്പോൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല, കാരണം അത് അങ്ങനെയുള്ള ആളുകൾക്ക് എഴുതിയതാണ്. അതേപോലെ ബയാനു തൽബീസുൽ ജഹ്മി, അതൊക്കെ ലേശം പ്രയാസം ഉണ്ടാവും വായിക്കാൻ. മൻതിക്കിൻ്റെ ആ തലത്തിൽ ഇതുകൊണ്ട് രചിച്ചതാണ്. ബാക്കിയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാൽ അറബി അറിയുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റിയ ഗ്രന്ഥങ്ങളാണ്, ഒരാൾക്കും തിരിയാത്തതില്ല. അതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥങ്ങൾ വായിച്ച് നോക്കിയാൽ പിന്നീട് ഇത് ശരിയല്ല എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ അറബി അറിയാതിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ വായിക്കുന്ന ആൾക്ക് പ്രത്യേക താല്പര്യം വരണ്ടാവണം. അങ്ങനെ പിന്നെ അത് വായിച്ചാൽ മനസ്സിലാവില്ല, അത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ 2-3 കിതാബുകളെയാണ് ഉദാഹരണം എന്ന രൂപത്തിൽ പറയുകയുണ്ടായത്. വേറെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫതാവകൾ സമാഹരിച്ചിട്ടുണ്ട്. മജ്മൂ ഫതാവ എന്ന് പറയുന്ന കിതാബുകൾ ഏത് വിഷയത്തെ സംബന്ധിച്ച് ഇസ്ലാമിക കർമ്മശാസ്ത്രവും അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മളതിൽ പരിശോധിച്ച് നോക്കിയാൽ ആഴത്തിലുള്ള ചർച്ചയും മറുപടികളും നമുക്കതിൽ കാണാൻ പറ്റും. കാരണം അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ വലിയൊരു പണ്ഡിതനായതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചോദിക്കപ്പെട്ടിട്ടുണ്ട്, അതിന് മറുപടി പറഞ്ഞതാണ്. അതിലെ മഹാഭൂരിഭാഗവും ജയിലിൽ വെച്ചാണ് അദ്ദേഹം രചിക്കുകയും മറുപടി പറയുകയും ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അദ്ദേഹം പിന്നീട് നമുക്ക് സമർപ്പിച്ചിട്ടുള്ളത്, ഇസ്ലാമിക ലോകത്തിന് സമർപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം ലോകത്തേക്ക് എത്തിക്കുന്ന ഇസ്ലാമിക ലോകത്തെ പിന്നീട് കണ്ട ഏറ്റവും വലിയ ഉലമാക്കളെയാണ്. ആരൊക്കെയാണത്? ആർക്കൊക്കെ അറിയാം? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ. അത് ഇബ്നു തൈമിയ്യയുടെ സ്വത്തായി അല്ല എന്നറിയപ്പെടുന്നത്, ലോകത്തെ മുസ്ലിമീങ്ങളുടെ ഉലമാക്കളാണ്. ആരൊക്കെയാണത്? ഒന്ന് ഇമാം ഇബ്നു കസീർ. പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവലംബിക്കുന്നത് ആരാണ്? ഇസ്ലാമിക ലോകത്ത് അവലംബിക്കുന്നത് ഹാഫിദ് ഇബ്നു കസീർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞ ശംസുദ്ദീൻ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ, അദ്ദേഹം വളരെ അവസാന കാലഘട്ടത്തിൽ വന്ന് ശിഷ്യനായതാണ്, ആദ്യകാലത്തല്ല. ഹിജറ 712 മറ്റാണ് ഇബ്നു തൈമിയ്യയെ കാണുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുകയും ചെയ്തിട്ടുള്ളത്. പിന്നീടുള്ള 10-20 വർഷം ശംസുദ്ദീൻ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ 10-400 ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, വളരെ വലിയ പണ്ഡിതനാണ്. പിന്നെയോ ഇതാണ് സാധാരണക്കാർക്കിടയിൽ എല്ലാവർക്കും അറിയുന്ന പണ്ഡിതന്മാരാണ്. ഒന്ന് ഇബ്നു കസീർ, പിന്നെ ഇബ്നുൽ ഖയ്യിം. എന്നാൽ പണ്ഡിതന്മാർക്കിടയിൽ പ്രസിദ്ധരായ ഉലമാക്കളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഹാഫിദ് മിസ്സി എന്ന് പറയും. ഒരു വിഷയങ്ങൾക്ക് എല്ലാവർക്കും അത് അറിഞ്ഞോളന്നില്ല. അദ്ദേഹമാണ് തഹ്ദീബുൽ കമാൽ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഹദീസ് റിപ്പോർട്ടർമാർ, റാവിമാർ, അത് കുത്തുബുസിത്ത, പിന്നീടുള്ള പ്രധാനപ്പെട്ട 4-5 ഗ്രന്ഥങ്ങൾ, ഏകദേശം 10ഓളം ഹദീസ് ഗ്രന്ഥങ്ങളിലെ റാവിമാരെ സംബന്ധിച്ചുള്ള ആധികാരികമായ അഭിപ്രായങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ആ കിതാബാണ് പരിശോധിക്കേണ്ടത്. എന്തായാലും പേര് തഹ്ദീബുൽ കമാൽ ഫി അസ്മാ റിജാൽ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് അറിയേണ്ടത് ഇബ്നു ശിഹാബ് സുഹരി എന്ന് പറയുന്ന ഇമാമിനെ സംബന്ധിച്ചാണ്. ആ കിതാബ് നോക്കിയാൽ അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുള്ളത് ആൽഫബറ്റിക് ഓർഡറിലാണ്. ആദ്യം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്, പിന്നെ മുഹമ്മദീങ്ങളിൽ, കാരണം റസൂലുള്ളാഹിന്റെ പേരിനോട് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ആദ്യം എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളത് പിന്നീട് അലിഫ് ബ ആണ്. അതിൽ ഓരോ പണ്ഡിതനെയും പറയാം ആൽഫബറ്റിക് ഓർഡറിലാണ്. അപ്പോൾ ആദ്യം ആരായിരിക്കും ഉണ്ടാവുക? അബാൻ ആണ് ആദ്യം ഉള്ളത്. അബാൻ, കാരണം അലിഫ്
ബാ വീണ്ടും അലിഫ്. അപ്പോൾ അബ അങ്ങനെയാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ അക്ഷരം മാത്രമല്ല, രണ്ടാമത്തേലും മൂന്നാമത്തേലൊക്കെ നോക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് അത് എഴുതിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറീകരിക്കാൻ വേണ്ടിയിട്ട് നൂറുകണക്കിന് പണ്ഡിതന്മാർ വർഷങ്ങൾ ഇരിക്കേണ്ടി വരും. അങ്ങനെ ഒരു ഗ്രന്ഥം കമ്പ്യൂട്ടറൈസ് ചെയ്തെടുക്കണമെങ്കിൽ ആ രൂപത്തിലാണ് അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇബ്നു ശിഹാബ് സുഹ്രിയുടെ ഉസ്താദുമാരൊക്കെയാണ് അദ്ദേഹം ഹദീസ് കേട്ട അതവിടെ കൊടുക്കും. ആരിൽ നിന്നൊക്കെയാണ്, പിന്നീട് ആരൊക്കെയാണ് അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് പഠിച്ചിട്ടുള്ളത് അതവിടെ കൊടുക്കും. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പദവിയോ സ്ഥാനവും എങ്ങനെയായിരുന്നു, വിശ്വസ്തനായിരുന്നു, കള്ളനായിരുന്നു, ഓരോ ഇബ്നു ശിഹാബ് സുഹ്രി അല്ല മറ്റ് ഓരോ ആളുകളുണ്ടാവുമല്ലോ, ആ കാര്യം അവിടെ കൊടുക്കും. അപ്പോൾ ഒരാൾ ഇബ്നു ശിഹാബ് സുഹ്രിയിൽ നിന്ന് ഖതാദ എന്ന് പറയുന്ന റാവി ഹദീസ് ഉദ്ധരിച്ചു, എവിടെ ഉദ്ധരിച്ചു അതവിടെ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ പിന്നെ സൂചനാ പദങ്ങൾ മാത്രമേ. ഇപ്പം ബുഖാരി ആണെങ്കിൽ ഖാന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ കിതാബ് നിർത്താൻ കഴിയില്ലല്ലോ, കാരണം അതിന് മാത്രം വലിയ കിതാബായി പോലെ. അപ്പോൾ ഇബ്നു ശിഹാബ് സുഹ്രി അദ്ദേഹത്തിൻ്റെ ഇന്ന ഇമാം ഉദ്ധരിച്ചു, ഏത് കിതാബിൽ? ബുഖാരിയിൽ. ഇന്ന പിന്നെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ഇന്ന ആളാണ്, ഏത് കിതാബിലാണ് ഉദ്ധരിച്ചിട്ടുള്ളത്? ഇല്ല സർ, ഈ രൂപത്തിലാണ്. വളരെ കോംപ്ലിക്കേറ്റഡാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം മറിച്ചു നോക്കിയിട്ട് അതേപോലെ തന്നെ ഇമാം ദഹബിയൊക്കെ വലിയ ചരിത്രഗ്രന്ഥ പിന്നെ പണ്ഡിതന്മാരായിരുന്നു, അതേപോലെ മുഹദ്ദിസുമാരായിരുന്നു. ഈ ജർഹ് വ തഅദീൽ, ഇൽമുർ റുവാത്ത്, അതിൽ അവലംബങ്ങളാണ് അവരൊക്കെ. അപ്പോൾ ഒന്ന് പറഞ്ഞത് ഹാഫിദ് മിസി, ഹാഫിദായിരുന്നു അദ്ദേഹം. ഹാഫിദ് എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ മർത്തബയാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ ദർജയല്ല. ഇമാം ബുഖാരി അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, അതേ ദർജയിലുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് താഴെയുള്ള ആളുകളാണെന്ന് പറയാം ഹാഫിദ് എന്ന് പറയും. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി ഇതേ രൂപത്തിലുള്ള പദവിയിലെത്തിയ പണ്ഡിതനായിരുന്നു ഹാഫിദ് മിസി. അതേപോലെ തന്നെ ഹാഫിദ് ദഹബി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായിരുന്നു. ഇമാം ഇബ്നു തൈമിയ്യ ജയിലിൽ അടച്ചറിഞ്ഞപ്പോൾ ഹാഫിദ് മിസി അതുവരെ അദ്ദേഹം മൗനം പാലിച്ചിരിക്കുകയായിരുന്നു, ഈ ഫിത്നയിലേക്ക് ഇടപെടാതിരിക്കാൻ വേണ്ടി. അദ്ദേഹം ഇമാം ബുഖാരിയുടെ ഖൽഖു അഫ്ആലുൽ ഇബാദ്, സൃഷ്ടികളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ പിന്നെ പടപ്പിൻ്റെ ഭാഗമാണ്, അള്ളാഹു പടച്ചതാണ് നമ്മുടെ പ്രവൃത്തികൾ, അല്ലാതെ മനുഷ്യന്മാർ പടക്കുന്നതല്ല നമ്മുടെ പ്രവൃത്തികൾ, അള്ളാഹു കഴിവെന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണല്ലോ എന്ന കിതാബ് അദ്ദേഹം വായിച്ചു. അപ്പോൾ അദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലിട്ടു. ഇതൊക്കെ പിന്നീട് കാണുന്ന ഓരോ പ്രശ്നങ്ങളാണ്. അതേപോലെ ഹാഫിദ് ദഹബി, ശംസുദ്ദീൻ ദഹബി, അദ്ദേഹം ഹദീസിലെ പ്രത്യേകിച്ച് ഈ ഇൽമുർ റിജാലിലെ നെടുന്തൂണാണ്. ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി ഹജ്ജ് ചെയ്തു. സംസം വെള്ളം കുടിക്കുമ്പോൾ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്? മാ ഉ സംസമിൻ ലിമാ ശുരിബ ലഹു, ഏത് ഉദ്ദേശം വെച്ചാണോ നിങ്ങൾ നിയത്താക്കിയിട്ടാണോ സംസം വെള്ളം പാനം ചെയ്യുന്നത് അത് അല്ലാഹു പൂർത്തീകരിച്ചു തരും. അപ്പോൾ ഇബ്നു ഹജർ അൽ അസ്കലാനി സംസം വെള്ളം കുടിച്ചപ്പോൾ പറഞ്ഞത് ഇമാം ദഹബിയെ പോലെയുള്ള മനപ്പാട ശക്തി എനിക്ക് നൽകണേന്നാണ്. പിന്നീട് അദ്ദേഹം അതിലും വലിയ ഇമാമായി മാറി. ആര്? ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി. അദ്ദേഹം പിന്നീട് 100 വർഷം കഴിഞ്ഞിട്ട് ജനിച്ച ആളാണ്. ഇബ്നു തൈമിയ്യയുടെ അടുത്ത കാലഘട്ടക്കാരനല്ല, സമകാലീനല്ല. അപ്പോൾ ഇമാം ദഹബി, അതേപോലെ ഇമാം ബിർസാലി, അദ്ദേഹം ചരിത്രകാരനാണ്. ആ കാലഘട്ടത്തിലുള്ള ചരിത്രമൊക്കെ എഴുതിയ വലിയ ചരിത്രകാരന്മാരാണ്. താജുദ്ദീൻ സുബുക്കി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വിമർശകനായിരുന്ന അശ്ശരി മദ്ഹബിലെ വലിയ പണ്ഡിതൻ, നമ്മളുടെ ഇവിടെ കോഴിക്കോടൊക്കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പ്രാസംഗികന്മാർ, നമ്മുടെ പല സക്കാഫിമാരും, അവരുടെയൊക്കെ വലിയ ഷെയ്ഖാണ് ഈ താജുദ്ദീൻ സുബുക്കി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം പറഞ്ഞത് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹമൊക്കെ വലിയ ആലിം തന്നെയാണ്, നമുക്ക് അവരൊന്നും വിമർശിക്കാനുള്ള അവകാശമോ അർഹതയില്ല. പക്ഷേ അശ്ശരി മദ്ഹബിൻ്റെ സ്വാധീനം കൊണ്ട് അവരൊക്കെ എന്ത് ചെയ്തിരുന്നു? ഇബ്നു തൈമിയ്യയും അതേപോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെയൊക്കെ പിന്നെ അവർ ചില കാര്യങ്ങളിൽ വഴികേടിലായിരുന്നു, അല്ലാതെ വഴികെട്ട ആൾക്കാരാണെന്നും പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങളിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഖബർ സിയാറത്ത്, അതേപോലെ അസ്മാ സിഫാത്തുകൾ വിശദീകരിച്ചത്, ഇതിലൊക്കെ തെറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹത്തിന് തബക്കാത്തു ഷാഫിയ്യ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്, തബക്കാത്തു ഷാഫിയ്യ അൽ കുബ്ര, ഷാഫി മദ്ഹബിലെ ഉലമാക്കളുടെ പേര് പറയുന്ന കിതാബാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ഇസ്ലാമിനെ പറ്റി പറഞ്ഞു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗമനത്തെ പറ്റി പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറയാണ് അള്ളാഹു ഈ ദീനിനെ നിലനിർത്തിയിട്ടുള്ളത് ഓരോ തലമുറയിലും ഉലമാക്കളെ സൃഷ്ടിച്ചുകൊണ്ടാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ. എന്നാൽ അദ്ദേഹം പറയാണ് ആദ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ, പിന്നീട് ഖുലഫാഉർ റാഷിദുകൾ, പിന്നീട് സഹാബിമാർ, പിന്നീട് അയിമ്മത്തുൽ മദാഹിബ്, അങ്ങനെ എണ്ണി അദ്ദേഹം പിന്നീട് പറയുന്നത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. ഈ ദീൻ അള്ളാഹു നിലനിർത്തിയിട്ടുള്ളത് ആരിലൂടെയാണ്? ആ തലമുറയിൽ അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരുടെ തലമുറ. ഒന്നാമത്തെ പിതാവ് തഖിയുദ്ദീൻ സുബുക്കി, ആ കൂട്ടത്തിൽ അദ്ദേഹം എണ്ണീട്ടുള്ള 5-6 പേരിൽ ഒന്നാരാണ്? എൻ്റെ ഉസ്താദുമാരെന്ന് പറഞ്ഞ് എണ്ണീട്ടില്ല. അപ്പോൾ ഇവിടുന്ന് കുറേ ആൾക്കാർ പിന്നെ ഉസ്താദുമാരെ എണ്ണലുണ്ട്. ഞങ്ങളുടെ ഉസ്താദ് ഇന്നയാൾ, ഞങ്ങളുടെ ഉസ്താദ് ഇന്നയാൾ, അയാളുടെ ഉസ്താദ് ഇന്നയാൾ. നിങ്ങൾക്ക് ഉസ്താദുമാരൊന്നുമില്ല, നിങ്ങൾ എണ്ണി എത്തിയ അവസാനം പിന്നെ എവിടെ എത്തും? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. എണ്ണാതെ പോകാൻ പറ്റില്ല. അത് അദ്ദേഹം ആ കിതാബിന് തുടക്കത്തിൽ പറയാണ്. അള്ളാഹു ദീനിനെ നിലനിർത്തി സംരക്ഷിച്ചിട്ടുള്ളത് ഓരോ തലമുറയിലും ഇന്ന വ്യക്തികളിലൂടെയാണ്. അപ്പോൾ ഇബ്നു തൈമിയ്യയുടെ കാലം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരവിടെ പറഞ്ഞിട്ടുണ്ട്.
എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇമാം ദഹബിയെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇബ്നു തൈമിയ്യ ഇമാം ദഹബിയെയും ഇബ്നു കസീറിനെയും ഇബ്നു ഖയ്യിമിനെയും കേടുവരുത്തി. പുറത്തുകൊടുക്കണ്ട, അദ്ദേഹം പറഞ്ഞ വാക്യാൻ ധരിക്കാന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ദുസ്വാധീനം ഇവരിലൊക്കെ ഉണ്ടായി ഈ വിഷയത്തിലൊക്കെ, ഈ അസ്മാ സിഫാത്തിന്റെ വിഷയത്തിൽ, ഖബർ സിയാറത്തിന്റെ വിഷയത്തിലൊക്കെ. അതല്ലെങ്കിൽ ഇമാം ദഹബിയെ പോലെ ഒരു ഹാഫിളായ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, മഹ്ശറയിൽ അള്ളാഹു ആളുകളെ ഒരുമിച്ച് കൂട്ടി, എന്നിട്ട് ഇമാം ദഹബിയെ ഒരു സ്റ്റേജിൽ കയറ്റി നിർത്തി, എന്നിട്ട് അവരെ സംബന്ധിച്ച് എഴുതാൻ പറഞ്ഞു, ഇയാളെങ്ങനെയുണ്ട്, ഇയാളെങ്ങനെയുണ്ട്, ഇയാളെങ്ങനെയുണ്ട് എന്നൊക്കെ. അദ്ദേഹം ഇമാം ദഹബി അവിടെ എഴുതിയ പോലെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കിതാബുകൾ കണ്ടാൽ എന്നാണ് ആര് പറഞ്ഞത്? വിമർശകനായ താജുദ്ദീൻ സുബ്കി അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഒരു കൂട്ടം ഇമാമുമാരെ അദ്ദേഹം നമുക്ക് സംഭാവന ചെയ്തു. അവരൊക്കെ ആരുടെ ശിഷ്യന്മാരാണ്? ഇമാം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യന്മാരായിരുന്നു ഈ പറഞ്ഞ പണ്ഡിതന്മാർക്ക്. ഇനി പേര് പറയപ്പെടാത്ത പണ്ഡിതന്മാരുമുണ്ട്. ഇതിന് അദ്ദേഹം സ്വീകരിച്ച ശൈലി അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്ക് നേരം വെളുക്കോളം പറഞ്ഞാലും പിന്നെ ഈ കിതാബുകളെ നോക്കി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പറയാനുണ്ടാവും. നിങ്ങൾ അതിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി മാത്രം ഈ ദർസിനെ കണ്ടാൽ മതി. അതിന് അദ്ദേഹം സ്വീകരിച്ച ശൈലി നമ്മൾ ആദ്യം പറഞ്ഞു. ഒന്ന്, ഖുർആനിലും ഹദീസിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനെതിരെ ബുദ്ധി പ്രയോഗിക്കുകയോ അതിനെതിരെ ചിന്തിക്കാതിരിക്കുകയോ ചെയ്യുക. അത് തസ്ലീമ, വസല്ലിമു തസ്ലീമ എന്ന് പറഞ്ഞില്ലേ, അത് പരിപൂർണമായി ഉൾക്കൊള്ളുക. അദ്ദേഹം സ്വീകരിച്ച ശൈലി അതാണ് പ്രമാണികപരമായി നോക്കുകയാണെങ്കിൽ. രണ്ടാമതായി, അള്ളാഹു പണ്ഡിതന്മാരോട് പറഞ്ഞ രൂപത്തിലായിരിക്കണം പണ്ഡിതന്മാർ ജീവിക്കേണ്ടത്. അത് അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം ജീവിച്ചു. നമ്മളൊക്കെ പറയാറുണ്ട്, തൂലിക പടവാളാക്കിയ പണ്ഡിതൻ. അങ്ങനെയല്ലേ നമുക്ക് വാള് പറ്റുള്ളൂ. അല്ലാതെ ഇതങ്ങനെയല്ല, തൂലിക പടവാളാക്കിയ പണ്ഡിതനല്ല. പിന്നെ എന്താണ് പടവാളാക്കിയത്? പടവാളാക്കി, തൂലികയാക്കി. യുദ്ധത്തിനെ മുന്നിൽ നയിച്ച യോദ്ധാവായിരുന്നു ആര്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. താർത്താരികളുടെ ആക്രമണകാലത്താണ് അദ്ദേഹം ഹറാനിൽ നിന്ന് കുടുംബം ഡമസ്കസിലേക്ക് പോയത്. അവിടെ എത്തി താർത്താരികൾ. അപ്പോൾ അന്നുണ്ടായിരുന്ന ഉലമാക്കൾ, കൊട്ടാര പണ്ഡിതന്മാരെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ടല്ലോ, അവരൊക്കെ തീരുമാനിച്ച് നാട് വിട്ട് ഓടാനാണ്. കാരണം താർത്താരികളുടെ വരവ് ആ രൂപത്തിലുള്ള മലവെള്ളപ്പാച്ചിൽ പോലെയാണ് അവർ മംഗോളിയരുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അവരോട് തോൽപ്പിക്കാൻ യാതൊരു കഴിവില്ല എന്ന് പറഞ്ഞിട്ട് ഓടാൻ നിൽക്കുമ്പോഴാണ് ഇബ്നു തൈമിയ്യ ആ നാടുകളിലെ മുഴുവൻ പള്ളികളിലും പോയി പ്രഭാഷണം നടത്തുകയാണ്. ജിഹാദിനെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തുകയാണ്. അതിൻ്റെ പ്രതിഫലം, ഒരു ഇസ്ലാമിക രാജ്യത്തെ ആക്രമിക്കാൻ വന്നാൽ അവരോട് യുദ്ധം ചെയ്യണം, അവർ കൊല്ലപ്പെട്ടാലേ ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് സാധാരണക്കാരെ ബോധ്യപ്പെടുത്തി. അദ്ദേഹം രാജാവിനെ പോയി കണ്ടു, ഡമസ്കസിൽ ഖലീഫയെ പോയി കണ്ടു, അവിടുത്തെ ഭരണാധികാരിയെ. എന്നിട്ട് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി, നിങ്ങൾ ഉറച്ചു നിൽക്കണം. അതാദ്യമായി അവരെ ബോധ്യപ്പെടുത്തുകയും അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. യുദ്ധത്തിൽ മുസ്ലിമുകൾ ജയിച്ചു. ഷഹബ് എന്ന് പറയുന്ന ഹിജ്റ 704 നടന്ന യുദ്ധത്തിൽ താർത്താരികളെ മുസ്ലിമുകൾ പരാജയപ്പെടുത്തി ഡമസ്കസിൽ. പിന്നീട് അദ്ദേഹം ഈജിപ്തിലേക്ക് പോയി, അവിടെ പിടിച്ച് ജയിലിടുകയാണ് ചെയ്തത്. അദ്ദേഹം എത്തിയ കാര്യം, ഈജിപ്തിലെ ഭരണാധികാരിയെ കണ്ടിട്ട് ഡമസ്കസിനെ താർത്താരികൾ ആക്രമിക്കുന്നുണ്ട്, നിങ്ങൾ സഹായിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അവിടേക്ക് പോയത്. അങ്ങനെ രാജാക്കന്മാരെയും ഭരണാധികാരികളെയും സന്ദർശിക്കുകയും അവരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും, പ്രതിരോധത്തിന്, ആരും പോയി ആക്രമിച്ച് കീഴ്പ്പെടുത്താനല്ല. ആ സമയത്ത് കുറേ ഉലമാക്കൾ രംഗത്ത് വന്നു. അവർ പറഞ്ഞത്, താർത്താരികൾ ഇപ്പോൾ മുസ്ലിം ആയിട്ടുണ്ട്. അവരിൽ പല ആളുകളും അങ്ങനെ പറയുകയും ചെയ്തിരുന്നു, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിമുകൾക്കെതിരെ വാളെടുക്കാൻ പാടില്ല. അപ്പോൾ രണ്ട് സംശയമായി. ഒന്ന്, അവരെ തോൽപ്പിക്കാൻ പറ്റൂല. രണ്ട്, മുസ്ലിമുകൾക്കെതിരെ വാളെടുക്കാൻ പാടില്ല. അതുകൊണ്ട് പിന്നെ എന്തേ മാർഗമുള്ളൂ? മംഗോളിയർക്ക് കീഴ്പ്പെടുക. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം വരെ രചിച്ചിട്ടുണ്ട്, ഫത്വ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ആളുകളെ പ്രേരിപ്പിക്കുകയും അവർ യുദ്ധം ചെയ്യുകയും താർത്താരികളെ പേപ്പറസ് ചക്രവർത്തി അവരുടെ ഭരണകാലത്ത് ഐൻ ജാലൂത്ത് യുദ്ധത്തിൽ കീഴ്പ്പെടുത്തുകയും ചെയ്തത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ അദ്ദേഹം വാക്കിലും പ്രവൃത്തിയിലും ഏതെങ്കിലും പള്ളിയിലോ മൂലയിൽ ചടഞ്ഞു കൂടിയിട്ടല്ല, ഇറങ്ങേണ്ട സമയത്ത് യുദ്ധത്തിന് ഇറങ്ങേണ്ടി വന്നപ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെ നിന്നുകൊണ്ട് നയിച്ചിരുന്നു എന്ന് മാത്രമല്ല, അതിനുവേണ്ടി ഭരണകൂടത്തെ തന്നെ തയ്യാറാക്കുകയും ചെയ്തു. അതൊക്കെ ദീർഘമായി തന്നെ ഒരു പണ്ഡിതന് നിഷേധിക്കാത്ത അദ്ദേഹത്തിൻ്റെ സംഭാവനകളായി രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ്. ഇതിനുവേണ്ടി ഈ രൂപത്തിൽ അദ്ദേഹം ഇസ്ലാമിക ലോകത്തെയും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ ഉലമാക്കളെയും തയ്യാറാക്കാൻ വേണ്ടി സ്വീകരിച്ച ശൈലി ഒന്ന് നേരത്തെ പറഞ്ഞതാണ്. ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യങ്ങളെ പരിപൂർണമായി ഉൾക്കൊള്ളുക. അതിനെ ഏതെങ്കിലും വ്യക്തികളെയുമായോ മദ്ഹബിനെയുമായോ സംഘങ്ങളെയുമായോ അദ്ദേഹം കൂട്ടിക്കെട്ടിയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇമാം ദഹബിയൊക്കെ മഞ്ഞ തലപ്പാവ് സ്വീകരിച്ച ആളായിരുന്നു ഉസ്താദുമാരിൽ. അവർക്ക് വലിയ പോലീശായിട്ട് പറയാണ്,
ഞങ്ങൾക്ക് ഇന്ന തരീക്കത്തുകാരൻ്റെ ഇമാമിൽ നിന്ന് മഞ്ഞ തരീക്കത്ത് സ്വീകരിച്ചു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജാമ്യയിൽ നിന്ന് ഈ കമി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിന് സാദൃശ്യപ്പെടുത്തല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞത് നമുക്കൊരു നിലവാരം ഉണ്ടാവില്ല. അത് എന്നെ പണ്ഡിതനാണെന്ന് നമുക്കറിയാൻ തിരിച്ചറിയാം. ജാമ്യ നദവിയയിൽ നിന്ന് സലാഹിയായി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മർക്കസു സക്കാഫയിൽ നിന്ന് സക്കാഫിയായി എന്ന് പറയുമ്പോൾ ഓരോരുത്തർ നമുക്ക് മനസ്സിലാവുമല്ലോ. ആ രൂപത്തിൽ അത് തിരിച്ചറിയാനുള്ള ഒരു കാര്യമായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ പിന്നീട് എന്തായി, ഇതൊക്കെ പ്രത്യേക ഓരോ ഗ്രൂപ്പാണ്. ഇന്ന ആളുടെ ഫത്വ ഞങ്ങൾ സ്വീകരിക്കും, അയാളാണ് ഞങ്ങളുടെ കാവി, പിന്നെ അയാളുടെ മേക്കാവി, അതിനപ്പുറത്തേക്ക് പിന്നെ ഒരു ഇസ്ലാം ദീനുമില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് അത് മാറിയതാണ് പ്രശ്നമായത്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ പ്രത്യേക ഗ്രന്ഥങ്ങളിലും ഫത്താവയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഒരാൾക്കും ഇസ്ലാം ദീനിൽ അല്ലാഹു അനുവദിച്ചിട്ടില്ല വലൈസലി അഹദിൻ അൻ യൻസിബ ലിൽ ഉമ്മത്തി ശഖ്സൻ യദ്ഉ ഇലാ തരീഖത്തിഹി യുവാലി വയുആദി അലൈഹ. ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഒരു സംഘങ്ങളെയോ അള്ളാഹു നിയോഗിച്ചിട്ടില്ല. അവരോട് നിങ്ങൾ യോജിപ്പുണ്ടോ, എന്നാൽ നിങ്ങൾ ഇസ്ലാംപ്പെട്ടവനാണ്. അവരോട് നിങ്ങൾ എതിർപ്പാണോ, എന്നാൽ നമ്മൾ നിങ്ങൾക്ക് എതിർപ്പാണ് എന്ന് പറയാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല. ഗൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ വ്യക്തിക്ക് അത് കൊടുത്തിട്ടുള്ളത് ആരാണ്? അള്ളാഹിൻ്റെ റസൂലിനോട് നിങ്ങൾ എതിരാണോ, എന്നാൽ നമ്മൾ നിങ്ങൾക്ക് എതിരാണ്. അതല്ലാതെ എന്നെ മൗലവിയോട് നിങ്ങൾക്ക് എതിർപ്പാണോ, എന്നാൽ നമ്മൾ നിങ്ങൾക്ക് എതിർപ്പാണ്. ഇന്ന തരീക്കത്തിലെ സൂഫി ഷെയ്ഖിനോട് നിങ്ങൾ കാതിരിയല്ലേ, എന്നാൽ നിങ്ങളെ മധ്യ തരീക്കത്തിൽപ്പെട്ട ആളല്ല എന്ന് പറയാൻ അള്ളാഹു അനുവദിച്ചിട്ടില്ല. വലാ യൻസിബു ലഹും കലാമൻ യുവാലി അലൈഹി വയുആദി ഗൈറ കലാമില്ലാഹി വറസൂലിഹി. അള്ളാഹിൻ്റെ കലാമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് വിശ്വസിച്ചാൽ നമ്മൾ മുസ്ലിമാണ്, അത് നിഷേധിച്ചാൽ അവൻ ഇസ്ലാമപ്പെട്ടവനല്ല എന്ന് പറയല്ലാതെ ഏതെങ്കിലും ഒരു സംഗതി എടുത്തിട്ട് എന്താ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അഭിപ്രായം എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ കക്ഷികളാക്കൽ അള്ളാഹു അനുവദിച്ചിട്ടില്ല. ومجتمعت عليه الأمة بل هذا من فعل أهل البدع الذين ينسبون لهم شخصا أو كلاما يفرقون به بين الأمة. ഇതൊക്കെ അഹ്ലുൽ ബിദ്അത്തിന്റെ ലക്ഷണമാണ്. എന്തെങ്കിലും കാര്യം പറയാം, അത് അഭൗതികമാണോ എന്ന് ചോദിക്കുക, എന്നിട്ട് അതിനെപ്പറ്റി പിന്നാലെ കൂടുക. ഇതൊന്നും ആരുടെ ലക്ഷണമല്ല, അള്ളാഹു റസൂലും പഠിപ്പിച്ചതല്ല. മറിച്ച് എന്താണ് ഖുർആനിൽ ആയത്ത് പറഞ്ഞിട്ടുള്ളത്? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. എന്താ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്? പള്ളികൾ അള്ളാഹിൻ്റെതാണ്. ഭൂമി മുഴുവൻ പള്ളിയാണെന്ന് ഹദീസിൽ റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. നിങ്ങൾ അതിനെന്ത് പേരിട്ടാലും വേണ്ടില്ല. മുമ്പ് ഇവിടുത്തെ ക്ലാസ് പറഞ്ഞ പോലെ അതിനെന്ത് പേര് പറഞ്ഞാലും വിരോധമല്ല. എന്തായിരിക്കണം അവസാനം ഉണ്ടാവേണ്ടത്? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. അത് ജിന്നിനോടുമില്ല, മലക്കിനോടുമില്ല, മനുഷ്യനോടുമില്ല, മരത്തിനോടുമില്ല. ഇത് കിട്ടിയോ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിൻ്റെ ഫത്വയിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഈ കാര്യം പറയുന്നുണ്ട്. ഈ അന്ന് പറഞ്ഞല്ലോ മദ്ഹബിൻ്റെ ഇമാമുമാരല്ല മദ്ഹബിൻ്റെ അനുയായികൾക്കിടയിലുണ്ടായിരുന്ന അതൊരു പ്രത്യേക ജാതിയായി മാറിയ അവസ്ഥയായിരുന്നു. അതിനെതിരെ അദ്ദേഹം ശബ്ദിച്ചപ്പോൾ പാമര ജനങ്ങൾ അവർ ഇളക്കി വിട്ടു. ഇമാം മാലിക്കിനെ ചീത്ത പറഞ്ഞു, മദ്ഹബില്ലാത്തവനാണ്, മദ്ഹബിനെ നിഷേധിച്ചവനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രത്യേക ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതാണ് മദ്ഹബിൻ്റെ ഇമാമുമാരെ പ്രതിരോധിച്ചുകൊണ്ട് എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബ് റഫഉൽ മലാം അൻ അഇമ്മത്തിൽ അലാം. പർവ്വത തുല്യരായ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ നേരെ തിരിയുന്ന ആക്ഷേപങ്ങൾക്കുള്ള മറുപടി. അത് മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ എഴുതിയതല്ല. ആരെഴുതിയതാണ്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അവരുടെ പദവി, അവരുടെ സ്ഥാനങ്ങൾ. എന്നാൽ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പണ്ഡിതനും വൽയഅലം അന്നഹു ലൈസ അഹദുൻ മിനൽ അഇമ്മത്തിൽ മഖ്ബൂലിന ഇൻദൽ ഉമ്മ ഖബൂലൻ ആമൻ യതഅമ്മദു മുഖാലഫത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ ഒരു കാര്യം വന്നാൽ അതിനെ എതിരാവായി പറയാം എന്ന് വിശ്വസിക്കുന്ന ഒരു ആരും ഉണ്ടായിട്ടില്ല, ഒരു ഇമാമും ഉണ്ടായിട്ടില്ല. എന്ത്? അവരൊക്കെ പറഞ്ഞത് ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി. അതല്ലാതെ ഹദീസിലൊരു കാര്യം വന്നു എന്നിട്ട് അതിന് എതിരെ പറയാം എന്ന് അവരാരും വിശ്വസിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗ്രന്ഥത്തിൽ പറയാൻ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട കിതാബാണ് മിൻഹാജുസ് സുന്ന എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വലിയ ഗ്രന്ഥം. 12 വാള്യമുള്ളതാണ് എൻ്റെ ഓർമ്മ. മിൻഹാജുൽ കറാമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷിയ പുരോഹിതൻ എഴുതിയ ഗ്രന്ഥത്തിന് എഴുതിയ മറുപടിയാണ്. ഇബ്നു മുത്തഹിർ എന്ന് പറയുന്ന ഒരു ഷിയ പണ്ഡിതൻ, ഇസ്നാശരി മദ്ഹബുകാരൻ, നമ്മളുടെ ഇറാൻ എന്ന് പറഞ്ഞാൽ ഇറാനിലുള്ള ആ മദ്ഹബിൽപ്പെട്ട ഒരാളായിരുന്നു ഈ ഇബ്നു മുത്തഹിർ. അതിൽ സഹാബിമാരെ വളരെ മോശമായിട്ടായിരുന്നു ചിത്രീകരിച്ചിരുന്നത്. അലി റളിയല്ലാഹുവിനെ ദിവ്യത്വം നൽകുന്ന രൂപത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. അതിന് അദ്ദേഹം വിശദമായ മറുപടികൾ ആ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വായിച്ചാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അഗാധമായ
പാണ്ഡിത്യം നമുക്ക് മനസ്സിലാവും. അതേപോലെ അത്തരം സംശയങ്ങളുടെ നിവാരണവും അതിൽ നിന്ന് ലഭിക്കും. അത് പിന്നെ ഇമാം ദഹബി ഒരു വാള്യത്തിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. അൽ മുൻതഖ എന്ന് പറഞ്ഞുകൊണ്ട് മിൻഹാജ് സുന്ന. അത് അതിൽ അദ്ദേഹം അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ഇയാൾ പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്. അപ്പോൾ അത് തെറ്റാണെന്ന് പറയുമ്പോൾ അലി റളിയല്ലാഹുവിനെ പറ്റി ഇവിടെ ചില ആൾക്കാരെ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ, ഞാൻ വിജ്ഞാനത്തിൻ്റെ ഒരു നഗരാണ്, അതിലേക്കുള്ള വാതിലാണ് അലി. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതല്ല. അപ്പോൾ അത് കള്ളത്തരാന്ന് പറയുമ്പോൾ അത് അലി റളിയല്ലാഹുവിനെ ചീത്ത പറയലാണ് എന്ന് ചില ആൾക്കാർ പ്രചരിപ്പിച്ചാൽ എന്ന് സംഭവിക്കാം. അങ്ങനെയാണ് അന്നും സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ അലി റളിയല്ലാഹുവിൻ്റെ കറാമത്തപ്പെട്ടതാണ് അദ്ദേഹം ഖൈബർ കീഴടക്കി കോട്ട. അതൊക്കെ അദ്ദേഹത്തിൻ്റെ അള്ളാഹു നൽകിയ സ്ഥാനങ്ങളിൽപ്പെട്ടതാണ്. റളിയല്ലാഹു അൻഹു അസ്ഹാബ് റസൂലുള്ളാഹി അജ്മഈൻ. അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് തോൽപ്പിക്കാൻ വേണ്ടി ഖൈബറിലെ ഒരു കോട്ട അതിൻ്റെ വാതിലെ കൊണ്ട് പിടിച്ചിട്ടാണ് അദ്ദേഹം ശത്രുക്കളെ പരിചയമാക്കിയിട്ടാണ് യുദ്ധം ചെയ്തതെന്ന് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കേട്ടിരുന്ന കഥയിൽ മുസ്ലിംമാർ പറയാറുള്ളതാണ്. അങ്ങനെ വാതിലവിടെ അല്ല. രണ്ടാമത് ഇത് പിന്നീട് ഇളക്കാൻ വേണ്ടി ചെന്നപ്പോൾ 70 സഹാബിമാരാണ് ആ വാതിലൊന്ന് മാറ്റി വെച്ചതെന്ന് എന്നൊക്കെ ബെടായി. ആകെ 70 വാതിലിൻ്റെ വലിപ്പമൊന്നും അല്ലെങ്കിൽ അത്ര വലിയ വാതിലൊന്നും ആ കോട്ടക്കൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കേണ്ടതല്ല. അലി റളിയല്ലാഹുവിനെ പോരിശ, അദ്ദേഹത്തിൻ്റെ പോരിശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സഹായിമാർക്ക് അറിയുന്നതാണ് എന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അലി റളിയല്ലാഹുവിനെ മോശക്കാരനാക്കി എന്ന് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത് പറഞ്ഞത് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാരെ സംബന്ധിച്ചാണ്. അതിലെ ചില ആളുകളെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അദ്ദേഹം നമുക്ക് സമർപ്പിച്ചിട്ടുള്ളത്. അതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്ന് ഞാൻ പറഞ്ഞു, തഅസ്സുബ് ഉണ്ടായിരുന്നില്ല. എന്ത് പക്ഷപാതിത്വം തരീഖത്തുകാർ കൊണ്ടുവന്ന സംഗതിയാണ് ഇസ്ലാമിക ലോകത്തേക്ക്. അത് ഓരോ തരീഖത്തിൻ്റെയും മുന്നിൽ കുറേ ആൾക്കാർ കൂടിയിട്ട് പ്രത്യേക ജാതിയായി മാറുന്നത്. അതേപോലെ മദ്ഹബിൻ്റെ പേരിൽ പിൽക്കാലത്തുണ്ടായ സംഗതികൾ അത് അദ്ദേഹം ശക്തമായി എതിർത്തിരുന്നു. അത് ഒരിക്കലും മദ്ഹബിൻ്റെ ഇമാമന്മാരെ എഴുത്തിക്കാട്ടലല്ല, മറിച്ച് അവരുടെ സ്ഥാനം വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതാണ് ആ വിഷയത്തിൽ രചിക്കപ്പെട്ട ഏറ്റവും നല്ല ഗ്രന്ഥം. അതേപോലെ തന്നെ മദ്ഹബിൻ്റെ ഇമാമന്മാരല്ലാത്ത ഇമാമന്മാരുണ്ട്, അവരുടെ സ്ഥാനം അദ്ദേഹം മോശമാക്കിയിട്ടില്ല. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, വലില്ലദീന കാനു ഖബല ജംഇ ഹാദിഹി ദവാവീൻ കാനു അഅലമ ബിസുന്നത്തി അൻ കസീരിൻ മിനൽ മുതഅഖിരീൻ. ഈ മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ ജീവിക്കുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്ന ഉലമാക്കൾ, അതേപോലെ മദ്ഹബിൻ്റെ ഇമാമന്മാരും അവരുടെ കാലഘട്ടത്തിന് ശേഷമാണ് ഇമാം ബുഖാരി, മുസ്ലിം, അബൂ ദാവൂദ്, നസായി, തിർമിദിയൊക്കെ ഗ്രന്ഥങ്ങൾ രചിച്ചത്. ഈ കിതാബുകളൊക്കെ എഴുതുന്നതിന് മുമ്പ് ഗ്രന്ഥങ്ങളായി വർത്തിച്ചത് അവരുടെ ഹൃദയങ്ങളായിരുന്നു. ആ കാലഘട്ടത്തിലുള്ള ഇമാമന്മാർ അവർക്ക് ലഭിച്ച പല ഹദീസുകളും റിപ്പോർട്ടുകളും നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് പിന്നീട് മുൻകത്തിയായിട്ടോ മജ്ഹൂലായ റായിമാരിലൂടെ ആയിരിക്കും. അതുകൊണ്ട് അവരോട് പറഞ്ഞ ഫത്വകളെ നമ്മൾ ആക്ഷേപിക്കേണ്ടതില്ല. അവരുടെ സ്ഥാനം, അവർ ചിലപ്പോൾ ഹദീസിന് വ്യക്തമായ ഹദീസുകൾക്കെതിരായിരിക്കും ചിലപ്പോൾ അവരുടെ ഫത്വകൾ ഉണ്ടാവുക. അത് കണ്ടുകൊണ്ട് ആരും ഇമാമുമാരെ ചീത്ത പറയേണ്ടതില്ല എന്ന് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി സമർപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ വായിച്ച ഇബാറത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു? ഒരു ഇമാമും അറിയപ്പെട്ടിടത്തോളം അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നൊരു ഹദീസ് സ്ഥിരപ്പെട്ടു വന്നാൽ അതിനെ എതിർക്കാമെന്ന് വിശ്വസിക്കുന്നില്ല എന്നാണ്. പിന്നീട് എതിർത്തതായി നമ്മൾ കാണുന്നു. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിക്കാഹിന് സാക്ഷി വേണ്ട എന്ന് പറഞ്ഞത് ഇമാം അബൂ ഹനീഫ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇഹ്റാമിൽ വിവാഹം നടത്താമെന്ന് പറഞ്ഞ മദ്ഹബുകളുണ്ട്. അതൊക്കെ അതിന് കാരണം അദ്ദേഹം വിഷയങ്ങളാണ് പറയുന്നത്. ഒന്ന്, അവരുടെ അടുക്കൽ ആ ഹദീസ് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടാവും. ഹദീസ് സ്ഥിരപ്പെടാതെ പിന്നെ പറയാൻ പറ്റില്ലല്ലോ. രണ്ടാമത്തേത്, സ്ഥിരപ്പെട്ടു വന്നാലും അത് മൻസൂഖാണെന്ന് അവർ വിശ്വസിക്കുക മറ്റുള്ള പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. മൂന്നാമത്തേത്, ആ ഹദീസിൻ്റെ ഉദ്ദേശം ഇദ്ദേഹം പറയുന്ന വിഷയമല്ല എന്ന് ആ ഇമാമു മനസ്സിലാക്കുക. അതല്ലാതെ മനഃപൂർവ്വം ഒരാളെന്ന് ചെയ്തിട്ടില്ല. ഒരു ഇമാമും ഹദീസ് സ്ഥിരപ്പെട്ടാൽ അതിനെതിരെ പറയാം എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. പക്ഷെ എപ്പോൾ പറയണത് എന്താണ്? ഖുർആൻ ഹദീസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഇമാമ് പറഞ്ഞ് നോക്കിയാൽ മതി. ആ ഇമാമിനെങ്ങാനും വരെ കയ്യിൽ കിട്ടിയാണ്ടല്ലോ അപ്പോൾ ഖിയാമത്ത് നാളിൽ അതൊക്കെ ഒരുമിച്ച് കൊണ്ടപ്പെടുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതാണ് മദ്ഹബിൻ്റെ ഇമാമുമാരെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട്. അപ്പോൾ അദ്ദേഹം എഴുതി കാണിച്ചിട്ടില്ല, മറിച്ച് അവരുടെ പദവിയും സ്ഥാനവും എന്നൊന്നും നിലനിൽക്കാൻ ആവശ്യമായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിക്കുകയാണ് ചെയ്തത്. അവസാനമായി അദ്ദേഹം നമുക്ക് സമർപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ്. അത് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നിരവധി പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹത്തിൻ്റെ അദ്ദുററുൽ കാമിന എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ 10-30 പേജ് ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഇബ്നു തൈമിയ്യയെ സംബന്ധിച്ച്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി പിന്നീട് 10-50 വർഷത്തിന് ശേഷം ജീവിച്ച പണ്ഡിതനാണ്. പക്ഷേ വിവാദം അതിലുണ്ടായിരുന്നു. വിവാദം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. ഇബ്നു തൈമിയ്യ ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്.
ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഹനഫി മദ്ഹബിൽപ്പെട്ട ഒരു പണ്ഡിതൻ ഇബ്നു തൈമിയയെ ആരെങ്കിലും ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിച്ചാൽ അവൻ കാഫിറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചു, അല്ലെങ്കിൽ ഫത്വ കൊടുത്തു. ആ സമയത്ത് ഇബ്നു നാസിറുദ്ദീൻ ദിമഷ്കി എന്ന് പറയുന്ന ഷാഫി മദ്ഹബിലെ വലിയ ആലിമാണ്. അദ്ദേഹം റദ്ദുൽ വാഫിർ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രന്ഥം എഴുതി. എന്നിട്ട് ഇബ്നു ഹജർ അസ്കലാനിക്ക് സമർപ്പിച്ചു. ഇബ്നു ഹജർ അസ്കലാനിയാണ് അതിന് ഇബ്നു ഹജർ അസ്കലാനിയാണ് 80ഓളം ഇബ്നു തൈമിയയുടെ കാലഘട്ടത്തിലുള്ള ഉലമാക്കൾ അദ്ദേഹത്തിൻ്റെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിശേഷിപ്പിച്ചതും അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു, വലിയ സാത്വികനായിരുന്നു, വലിയ ആബിദായിരുന്നു, സാഹിദായിരുന്നു എന്ന് വിശദീകരിച്ചതാണ് ആ കിതാബിൽ പറയുന്നത്. അതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടാണ് അതിൻ്റെ തഖരീദ് ആരെഴുതുന്നത്? ഇബ്നു ഹജർ അസ്കലാനി. അദ്ദേഹം ആ കാര്യം പറയുന്നുണ്ട്, അദ്ദേഹത്തെ കിതാബിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇതിനുവേണ്ടി മാത്രം എഴുതിയ കിതാബിലും അതിൻ്റെ മുഖവര എഴുതി കൊടുക്കുന്നത് ഇബ്നു ഹജർ അസ്കലാനിയാണ്. അപ്പോൾ അങ്ങനെ പണ്ഡിതനായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിനെ പല ആളുകളും ആക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതമാണ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ സത്യസന്ധത നമുക്ക് ബോധ്യപ്പെടുക, അദ്ദേഹത്തിൻ്റെ സത്യസന്ധത നമുക്ക് ബോധ്യപ്പെടുക. അതേപോലെ എതിരാളികൾ പ്രചരിപ്പിച്ച കുപ്രചരങ്ങൾ, അതിലൊന്ന് അദ്ദേഹം പരിശുദ്ധ ഖുർആനിൽ പണ്ഡിതന്മാരുടെ സ്വഭാവമായി അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബിഹി ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഖിയാമിലും അതേപോലെ സുജൂദിലും കഴിച്ചു കൂട്ടുന്ന ആളുകൾ. യഹ്ദറുൽ ആഖിറ, പരലോകത്തെ ഭയന്നുകൊണ്ട്. വയർജു റഹ്മത റബ്ബിഹി, രക്ഷിതാവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, നിങ്ങൾ ചോദിക്കുക, ഉലമാക്കളും അറിവില്ലാത്തവരും തുല്യരാകുമോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, തീർച്ചയായും ബുദ്ധിയുള്ള ആളുകളാണ് ആലോചിച്ച് മനസ്സിലാക്കുക. ഇത് പണ്ഡിതന്മാരുടെ ലക്ഷണമാണ് ആ പറഞ്ഞിട്ടുള്ളത്. എന്താണത്? രാത്രിയിൽ ആൾക്കാരോട് വയതു വച്ചിട്ട് പോയി ജീഫത്ത് പോലെ ശവം പോലെ കിടന്നുറങ്ങല്ല, മറിച്ച് അള്ളാഹുമായുള്ള ബന്ധത്തിലായിരിക്കും അവരുടെ പ്രാധാന്യം. അത് രാത്രിയിലും പകലും അങ്ങനെ തന്നെയായിരുന്നു ഉലമാക്കൾ, യഥാർത്ഥ പണ്ഡിതന്മാർ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ഞാനൊരിക്കൽ ഹദർതുഹു മറത്തൻ സല്ലൽ ഫജ്റ സുമ്മ ജലസ യദ്കുറുല്ലാഹ തആല ഇലാ ഖരീബിൻ മിൻ ഇൻതിസാഫിൻ നഹാർ. ഞാൻ ഫജ്ർ നിസ്കാരത്തിന് ശേഷം ഷെയ്ഖിനെ കാണാൻ പോയി. സൂര്യൻ മധ്യത്തിലെത്തുന്നത് വരെ അദ്ദേഹം ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അത് ഒരു പക്ഷേ ആ തടവിലൊക്കെ ഉള്ള സമയത്തായിരിക്കാം, അല്ലാതെ എല്ലാ ദിവസവും ചെയ്തായിക്കൊള്ളുന്നില്ല. ഏതായിരുന്നാലും അദ്ദേഹം ഉച്ചയുടെ നേരാകുമ്പോൾ അദ്ദേഹം തിരിച്ചിട്ട് പറഞ്ഞു, ഹാദിഹി ഗദുവത്തി, ഇതാണ് എൻ്റെ രാവിലത്തെ ഭക്ഷണം. വൈല്ല മതഗദ്ദ, ഞാൻ ഈ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ തളർന്നു പോകും. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം എന്താണ്? രാവിലെയുള്ള ഈ ദിക്റുകളും പ്രാർത്ഥനകളുമാണ്. അതേപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ പറയാണ്, വല്ലാഹി ഇന്നി കുൻതു ഇദാ നദർതു ഇലാ വജ്ഹിഹി തദക്കർതു സഹാബത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലികസറത്തി ഇത്തിസാലിഹി ബില്ലാ. ഞാൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു സഹാബിയെ കാണുന്ന രൂപത്തിലാണ് ഞാൻ നോക്കിയിരുന്നത്. ഇത് ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ നമ്മുടെ മടവൂരിലെ ആളെ പറ്റി പറഞ്ഞ പോലെ പറയുന്നതല്ല. ലോകപ്രസിദ്ധനായ ഒരു ആലിമ്, സഹാബിമാരെ പറ്റി അദ്ദേഹത്തിന് കിതാബുണ്ട്, സാദുൽ മആദ് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം എഴുതിയ കിതാബുണ്ട്. എന്താണ് പ്രവാചകന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരുടെയൊക്കെ സ്വഭാവം എന്ന് അറിയുന്ന ആളാണ് ആര്? ഇമാം ഇബ്നുൽ ഖയ്യിം. അദ്ദേഹം പറയാണ്, ഒരു സഹാബിയെ കാണുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ മുഖം എനിക്ക് തോന്നാറുള്ളത്. ലികസറത്തി ഇത്തിസാലിഹി ബില്ലാ, അള്ളാഹുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ബന്ധം അത് ഈ ഭാഗത്തിലൂടെയാണല്ലോ, അതുകൊണ്ടാണ് എനിക്കത് തോന്നിയിരുന്നത് എന്ന് അദ്ദേഹം പറയാം. അതേപോലെ തന്നെ അദ്ദേഹം ദുനിയാവിനെ സംബന്ധിച്ച് വിവാഹം ചെയ്തിട്ടില്ല. അതിന് അദ്ദേഹം സമയം കിട്ടി, അതിനെപ്പറ്റിയൊരു വ്യക്തമായ വിശദീകരണം പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. പല പണ്ഡിതന്മാരും ആ കാലഘട്ടത്തിൽ അന്ന് തസരി എന്ന് പറഞ്ഞ സമ്പ്രദായം ഉണ്ടായിരുന്നു, വെപ്പാട്ടി സ്ത്രീകൾ, അതും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ദുനിയാവിൻ്റെ ഒരു വിഷയത്തിലും അദ്ദേഹത്തിന് വാടകയ്ക്ക് കെട്ടിടം കൊടുക്കാനോ വാടക വിരിക്കാനോ കൃഷിപ്പണിയോ ഉണ്ടായിരുന്നില്ല. മറിച്ച് ആളുകൾ, പല സമ്പന്നരായ ആളുകളും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ധാരാളം സമ്പത്ത് കൊണ്ടുവന്ന് ഏൽപ്പിക്കാറുണ്ടായിരുന്നു. അത് അയച്ചു നോക്കാതെ അദ്ദേഹം അർഹപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യാറായിരുന്നു. ദുനിയാവിൻ്റെ ഒരു മോടിയിലും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുക്കൽ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ഞങ്ങൾ ശിഷ്യന്മാരായ ആളുകൾ ചെല്ലും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ യാതൊരു പ്രയാസം ഉണ്ടാവും.
ഇപ്പോൾ താർത്താരികൾ യുദ്ധങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ആ സമയത്തൊക്കെ നിരാശരായി ഞങ്ങൾ ഷെയ്ഖിനെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഏറ്റവും സന്തോഷവാനായിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെ എന്തെങ്കിലും പ്രയാസമോ ദുഃഖമോ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിങ്ങൾ കാണാറുണ്ടായിരുന്നില്ല. കാരണം അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം കാണിക്കുകയാണ്. അതേപോലെ ശത്രുക്കളുമായി ശത്രുക്കളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ ഈജിപ്തിൽ വെച്ച് ഇബ്നു മഖ്ലൂഫ് എന്ന് പറയുന്ന കൊട്ടാര പണ്ഡിതനാണ് ജയിലിലടക്കാൻ കാരണക്കാരനായത്. അദ്ദേഹം അത് ക്രോഡീകരിച്ച് രാജാവിനെ ഏൽപ്പിച്ചത്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഖലീഫയെ ഏൽപ്പിച്ചത്. എന്നിട്ട് ഇബ്നു തൈമിയ്യ കാഫിറാണെന്നും ഫാസിക്കാണെന്നും അദ്ദേഹം ഫത്വ കൊടുത്തു. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പിന്നീട് ഇബ്നു തൈമിയ്യ പറയാൻ വബനു മഖ്ലൂഫിൻ ലൗ അമില മഹ്മാ അമിൽ, അദ്ദേഹം എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തോ അങ്ങനെയൊക്കെയാണെങ്കിലും ബിതക്ഫീരിൻ ഔ തഫ്സീഖിൻ ഔ ഇഫ്തിറാഹിൻ ഔ അസബിയത്തിൻ ജാഹിലിയ, അദ്ദേഹം കാഫിറാന്ന് പറഞ്ഞിട്ടുണ്ട്, ഫാസിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഞാൻ പറയാത്ത ആരോപണങ്ങൾ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഒരു തെറ്റും ചെയ്യൂല, അള്ളാഹിനെ ദേഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ ചെയ്യൂല. ബൽ അദ്ബിതുമാ അഖൂലുഹു അഫ്അലുഹു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയും ഞാൻ ചെയ്യുന്ന വാക്കുകളും വാജിഅലുഹു മുത്തമ്മൻ ബി കിതാബില്ലാഹി അല്ലദീ അൻസലഹു അല്ലാഹു ഹാക്കിമൻ ബൈന ഇബാദിഹി, അള്ളാഹു അവൻ്റെ പടപ്പുകൾക്കിടയിൽ വിധിക്കാൻ വേണ്ടി ഇറക്കിയ ഖുർആനും ഹദീസിൻ്റെ അടിസ്ഥാനത്തിലില്ലാതെ ഒരു വാക്കും ഞാൻ പറയില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ് വലാ ഉഈനു അലൈഹി അശ്ശൈത്വാൻ, അദ്ദേഹത്തിനെതിരെ ഞാൻ പിശാചിനെ സഹായിക്കൂല, മറിച്ച് ഇബ്നു മഖ്ലൂഫിൻ്റെ കൂടെ ഞാൻ എന്തൊക്കെ ഹൈറ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. പിന്നീട് കാലം മാറി, ആ രാജാവ് മരണപ്പെട്ടു. നാസറുദ്ദീൻ കാലവൂൻ രാജാവ് അധികാരത്തിലെത്തി. അദ്ദേഹത്തിന് ഈ കൊട്ടാര പണ്ഡിതന്മാരെയും അവിടെ ഉണ്ടായിരുന്ന അമീർമാരെ സംബന്ധിച്ചൊക്കെ ചില സംശയങ്ങൾ ഉള്ളിലെടുത്തു. അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കാഫിറാണെന്ന് ഫത്വ കൊടുത്ത, നിങ്ങൾ ജയിലിൽ അടക്കപ്പെടാൻ കാരണമായ ഈ ഉലമാക്കളെയൊക്കെ ഞാൻ വധശിക്ഷയ്ക്ക് വിധിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇബ്നു തൈമിയ്യ അതിന് പറഞ്ഞ മറുപടി, പിന്നെ ആരവിടെ ബാക്കിയുണ്ടാവുക? നിങ്ങൾക്ക് ഇവരൊക്കെയാണല്ലോ നിങ്ങളുടെ ഭരണം നിലനിർത്തുന്ന ആൾക്കാർ, അവരൊക്കെ നിങ്ങൾ പിടിച്ചു കൊന്നാൽ ആരാണ് പിന്നെ ബാക്കി ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. രാജാവ് കൊല്ലാൻ കാരണം ഇബ്നു തൈമിയ്യയെ കാഫിറാക്കിക്കൊണ്ടൊന്നുമില്ല, അതൊരു ഉപാധിയായി ജനങ്ങളെ കയ്യിലെടുക്കാനൊരു കാരണം പറയാതെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് ഇവരുടെ ഗൂഢാലോചനയെ പറ്റി വാർത്ത കിട്ടി, അതല്ലെങ്കിൽ ഗൂഢാലോചന അദ്ദേഹം സംശയിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ അവരെ വധിക്കണം. അപ്പോൾ ഇബ്നു തൈമിയ്യയെ ജയിലിലടച്ച കാരണത്താലാണ് ഈ ഉലമാക്കളെ വധിക്കുന്നത് എന്നൊരു ന്യായം പറയാൻ വേണ്ടിയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എല്ലാവർക്കും മാപ്പ് കൊടുത്തിരിക്കുന്നു. എന്നെ കാഫിറാണെന്ന് പറഞ്ഞവരോ എന്നെ ഉപദ്രവിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്ത എല്ലാ ആളുകൾക്കും മാപ്പ് കൊടുത്തിട്ടുണ്ട്. അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർ അള്ളാഹുവിനോട് തൗബ ചെയ്യുക. ഞാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വഹും ഫീ ഹില്ലിൻ മിന്നി, ഞാനിതാ അവർക്ക് ഹലാലാക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുക്ക് ഞാനും ദുരിൻ്റെ ആവശ്യമില്ല, അത് മാപ്പ് വയ്ക്കാനോ പൊരുത്തപ്പെടിക്കാനോ വരേണ്ടതില്ല. അള്ളാഹുമായി ബന്ധപ്പെട്ട് ചെയ്ത തെറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അള്ളാഹുവിനോട് ഏറ്റുപറയുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം പറയാൻ, വജീതുഹു യൗമൻ മുബശ്ശിറൻ ബിമൗതി അക്ബരി അഅദാഇഹി, ഈ ഇബ്നു മഖ്ലൂഫ് തന്നെ മരിച്ച വാർത്ത സന്തോഷത്തോടു കൂടി ഞാൻ ഇബ്നു തൈമിയ്യയെ പോയി അറിയിച്ചു. ഫനഹറനി, അപ്പോൾ എന്നെ അദ്ദേഹം ശാസിച്ചു. വഖാമ മിൻ ഫൗരിഹി വസ്തർജ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുന്ന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് അയാളുടെ വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നി ലക്കും മക്കാന അബീക്കും, ഞാൻ നിങ്ങളൊപ്പാൻ്റെ സ്ഥാനത്തുണ്ട്, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഇത് കണ്ടപ്പോൾ ആ വീട്ടുകാർ അത്ഭുതപ്പെടുകയാണ്. ജീവിതകാലത്ത് ഇയാളെ ജയിലിലടക്കാൻ വേണ്ടി എല്ലാ പണിയും ചെയ്ത് കുതന്ത്രങ്ങളൊക്കെ പറ്റിയിട്ട് അവസാനം മരിച്ചപ്പോൾ വന്നിട്ട് വീട്ടിലെത്തിയിട്ട് അനുശോചനം അറിയിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അവർ അത്ഭുതപ്പെട്ടു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ. ഈ ഇബ്നു മഖ്ലൂഫ് തന്നെ പിന്നീട് മരണത്തിന് മുമ്പ് പറഞ്ഞിരുന്നു. കാരണം ഇബ്നു തൈമിയ്യയുടെ നിലപാട് കൊണ്ടാണ് രക്ഷപ്പെട്ടത്, വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ പണ്ഡിതന്മാർ. അദ്ദേഹം അതിനെ പ്രകീർത്തിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഈ മരണപ്പെടലൊക്കെ ഉണ്ടായത്. അതേപോലെ തന്നെ അദ്ദേഹത്തിനെ ദ്രോഹിച്ചവർക്കൊക്കെ അദ്ദേഹം മാപ്പ് കൊടുത്തു. എൻ്റെ പേരിൽ ഒരാളും എൻ്റെ പേരിൽ കളവ് പറഞ്ഞ കാരണത്താലോ എന്നെ ദ്രോഹിച്ച കാരണത്താലോ അള്ളാഹു അവനെ ശിക്ഷിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് അവർക്കൊക്കെ മാപ്പ് കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതായിരിക്കണം ആരുടെ മാതൃക? പണ്ഡിതന്മാരുടെ. ഇതാരുടെ മാതൃകയാണ്? പണ്ഡിതന്മാർക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലേ, ഇദ്ഹബൂ അൻതും തുലഖ, കഴുത്തിൽ കുടൽമാല, ഒട്ടകത്തിൻ്റെ ചീഞ്ഞ കുടൽമാല വലിച്ചിട്ടു, എല്ലാ തരത്തിലും ദ്രോഹിച്ചു. അങ്ങനെ നാടും വീടും വിട്ട് മദീനയിലേക്ക് പാരായണം ചെയ്തു. പിന്നീട് 6-7 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ കിട്ടുകയാണ്. അപ്പോൾ റസൂൽ പറഞ്ഞത് എന്താണ്? നിങ്ങൾ സ്വതന്ത്രന്മാരാണ്, പിരിഞ്ഞു പോയിക്കൊള്ളുക. ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ തിരിച്ചു പറഞ്ഞ മറുപടികൾ
അദ്ദേഹത്തിനെ കാഫിറാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഫാസിക്കാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചില പണ്ഡിതന്മാർ കിതാബ് എഴുതിയപ്പോൾ ആ മറുപടിയിൽ എവിടെയെങ്കിലും തിരിച്ച് അവർ കാഫിറാണെന്നോ കള്ളനാണെന്നോ ഫാസിക്കാണെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. മറിച്ച് എന്താണ് ആ വിഷയം? ഇപ്പോൾ റദ്ദു അലൽ ബക്കരി എന്ന് പറഞ്ഞ കിതാബുണ്ട്. ഇസ്തിഹാസയുമായി അദ്ദേഹം ബന്ധപ്പെട്ട കിതാബിനെ ഒരു സൂഫി പണ്ഡിതനെ എതിർത്തതാണ്. അപ്പോൾ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശിച്ച സമയത്ത് ആ പണ്ഡിതനെയോ അദ്ദേഹം അവിടെ കിതാബ് കട്ടുവെന്നോ അവിടെ വിട്ടുവെന്നോ അവിടെ പൂഴ്ത്തിവെച്ചു എന്നോ ഒന്നും പറയുന്നില്ല. പിന്നെന്താണ്? ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളത് ഇന്നതാണ്, ആ വിഷയത്തിൽ ശരി ഇന്നതാണ്. അതല്ലാതെ ആ പണ്ഡിതന്മാരുടെ പേരോ അവരുടെ വിഷയങ്ങളൊന്നും പരാമർശിക്കുന്നില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ കാരണം. മരണസമയത്ത് അദ്ദേഹം ജയിലിലാണ്. ലാസ്റ്റ് 2.5 വർഷം 2 വർഷവും 7 മാസവും ജയിലിൽ കടന്നതിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അത് അദ്ദേഹത്തിനെ മാനസികമായി വല്ലാതെ തളർത്തിയിരുന്നു. കാരണം ആദ്യ പ്രാവശ്യങ്ങളൊക്കെ ജയിലിലടച്ചതൊക്കെ മിക്ക സമയത്തും പേരിന് മാത്രമായിരുന്നു ജയിലിലുണ്ടായിരുന്നത്. ആളുകളുമായി കൂടിക്കാഴ്ചക്കോ ഗ്രന്ഥരചനക്കോ ഇബാദത്തിനോ ദർസുകൾക്ക് പോലും പലപ്പോഴും മുടക്കം വരാത്ത രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജയിൽവാസങ്ങൾ. പക്ഷേ അവസാനത്തിൽ ജയിൽവാസമായപ്പോൾ ഇവർ തൈവേക്ക് പേപ്പറുകളും പേനയും എഴുതാനുള്ള ഉപകരണങ്ങൾ വിലക്കി, ഗ്രന്ഥങ്ങൾ പറയാനോ അല്ലെങ്കിൽ ഫത്വ പറയാനോ ചോദിക്കാനോ വരാൻ പറ്റാത്ത രൂപത്തിലുള്ള ഏകാന്ത തടവിലായിരുന്നു ഇട്ടത്. ആ സമയത്ത് അദ്ദേഹം വിവാദത്തിന് വേണ്ടി മാറ്റിവെച്ചു. അദ്ദേഹം ജയിലിലിട്ട ആൾക്കാരോട് പറഞ്ഞത് എന്താണെന്നറിയോ? മാ യസ്നഉ, എൻ്റെ ശത്രുക്കളെ എന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അന ജന്നത്തിയോ ബുസ്താനി ഫീ സദരി, എൻ്റെ പൂന്തോട്ടവും എൻ്റെ പാർക്കൊക്കെ എവിടെയാണ്? എൻ്റെ മനസ്സിലാണുള്ളത്. എന്നെ ജയിലിലടച്ചാൽ ഞാൻ അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലി ഒഴിഞ്ഞിരിക്കും. എന്നെ നാട് കടത്തിയാൽ അതെൻ്റെ സിയാഹത്ത്, എൻ്റെ ടൂറാണ്. ഈജിപ്തിൽ നിന്ന് ദമസ്കസിലേക്ക് നാട് കടത്തി. ആദ്യം ദമസ്കസിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞയച്ചു. അതൊക്കെ ഞാനൊരു ടൂറായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ കൊല്ലപ്പെട്ടാൽ ഷഹീദായി മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഇവർ കയ്യും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ പ്രയാസപ്പെടുത്താനുള്ള ഈ പണിയൊക്കെ ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്, ഇബ്നു കസീറും മറ്റുമൊക്കെ രേഖപ്പെടുത്തിയത്, ആ മരണസമയത്ത് മിക്ക മാസങ്ങളിലും അദ്ദേഹം 80-ലധികം ഖത്തമുകൾ ഖുർആൻ തീർത്തിരുന്നതാണ്. 80-ലധികം തവണ ഖത്തം തീർത്തിരുന്നു. അതേപോലെ ദിക്റുകൾ പ്രാർത്ഥനകളുമായി അദ്ദേഹം കഴിഞ്ഞുകൂടിയത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അദ്ദേഹം മരണസമയത്ത് ഓതിയ ഖുർആൻ ആയത്തുകൾ, ഉന്നതനായ അള്ളാഹുവിൻ്റെ അടുക്കൽ മുത്തഖീങ്ങൾ അവർക്ക് സ്ഥാനമുണ്ട് എന്ന വചനാണ് അദ്ദേഹം അവസാനമായി ഓതിയത്. അത് പൂർത്തിയാക്കിയത് ജയിലിലുള്ള മറ്റ് തടവുകാരായിരുന്നു എന്നാണ്. ജയിലിൽ അദ്ദേഹം ആളുകളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് പറയാൻ പറ്റും. അതിനുശേഷം അദ്ദേഹത്തിനെ ജനാസ പുറത്തേക്ക് കൊണ്ടുവന്നു. ആ കാലഘട്ടത്തിൽ 15,000 സ്ത്രീകളും 100,000-ഓളം പുരുഷന്മാരും അദ്ദേഹത്തിൻ്റെ ജനാസ സന്ദർശിക്കുകയോ നിസ്കരിക്കാൻ വരികയോ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇബ്നു കസീർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ സമയത്ത് 100,000 ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് മുഴുവൻ ജനങ്ങൾ വരേണ്ടി വരും ആ പ്രദേശത്തിൽ. അങ്ങനെയുള്ള ഒരു ജനാസ അടുത്ത നൂറ്റാണ്ടുകളിലൊന്നും അവരാരും ദർശിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിനെ പറ്റി എഴുതിയ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ആ വന്ന ആളുകളൊക്കെ സാലിഹീങ്ങളായ ആളുകളോ ഇബ്നു തൈമിയ്യ പഠിപ്പിച്ച ശിഷ്യന്മാരോ അല്ല, മറിച്ചാരാണ്? അവിടെയുള്ള പൊതുജനങ്ങളാണ്. ഇങ്ങനെ വലിയൊരു ആലിമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറഞ്ഞ നസ്രാനിക്കെതിരെ സംസാരിച്ച കാരണത്താൽ രാജാവ് അടിച്ച പണ്ഡിതൻ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് വലിയ പ്രശസ്തി ഉണ്ടാവുമല്ലോ വൈകാരികമായി തന്നെ. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ശിഷ്യന്മാരിലൂടെയൊക്കെ അദ്ദേഹത്തിന് പ്രശസ്തിയുണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി വന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബലിന് ശേഷം അങ്ങനെയുള്ള ജനാസകൾ വളരെ കുറവാണ്. ഈ ഇബ്നു തൈമിയ്യക്കാണ് അങ്ങനെയുള്ള അവസരം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ ആളുകൾ അദ്ദേഹത്തിനെ മയ്യത്ത് കുളിപ്പിച്ച വെള്ളം കുടിച്ചു ബർക്കത്തെടുക്കാൻ വേണ്ടി. അദ്ദേഹത്തിൻ്റെ ജനാസ കൊണ്ടായപ്പോൾ പിടിച്ചു വലിച്ച് അത് പൊട്ടിച്ചു. മയ്യത്ത് കൊണ്ടുപോകുന്ന ആ പലകയോ അല്ലെങ്കിൽ മയ്യത്ത് കട്ടിൽ, അതൊക്കെ അറിവില്ലാത്ത ആൾ ബർക്കത്തെടുക്കാൻ വേണ്ടി ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ജനാസയുടെ കട്ടിൽ ആർക്കും പിടിക്കാൻ കിട്ടില്ല. ആളുകളുടെ തലയുടെ മുകളിലൂടെ പോവാണ്, കാരണം എല്ലാവരും ഇവിടെ വലിച്ചിട്ട്. ഇതൊക്കെ ഇബ്നു കസീർ രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ചില ആൾക്കാരത് വായിച്ചിട്ട് ഇബ്നു തൈമിയ്യയുടെ മയ്യത്ത് കുളിപ്പിച്ച വെള്ളം കുടിച്ച വഹാബി എന്നൊക്കെ പറയാം. അത് കുടിച്ച അവരാണ് നേരത്തെ പറഞ്ഞ കൂരികൾ, അതിലൊക്കെ ബർക്കത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ. മറിച്ച് ബർക്കത്ത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച സുന്നത്ത് ഇത്തിബാഅ് ചെയ്യുന്നതിനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതറിയാത്ത സാധാരണക്കാരാണ് ആ ചെയ്തിട്ടുള്ളത്. അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഇബ്നു തൈമിയ്യ ജീവിച്ചതും അദ്ദേഹം പ്രവർത്തിച്ചതും അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം പിന്നെ അതിന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ അവസാന കാലഘട്ടത്തിൽ ചില ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. അത് ഇബ്നു തൈമിയ്യ ഈ വാദമൊക്കെ അവസാനിപ്പിച്ച് അശരി മദ്ഹബിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇപ്പം അവസാനം അതും ഇബ്നു തൈമിയ്യ അവർ കൊണ്ടുവന്ന പോലാണ്.
ഇടക്കിടക്ക് ഇങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പോൾ അവിടെ അറബിൽ എത്ര തറാവിയാണ്, അറബിൽ എത്ര തറാവിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാരടിയിൽ എന്നാൽ അവസാനം ഇബ്നു തൈമിയ്യകൾ നേതാവായിക്കോളും. നമുക്ക് വിരോധമൊന്നുമില്ല, അങ്ങനെ തന്നെ വേണ്ടത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ പോലെ നേതാവാക്കാൻ പറ്റിയ ആൾക്കാരെ എന്ത് ചെയ്യണം? ലോക മുസ്ലിങ്ങളെല്ലാവരും നേതാവാക്കണം. പക്ഷെ അദ്ദേഹം തിരുത്തി എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഇബ്നു ഹജറുൽ അസ്കലാനിയുടെ ദുററുൽ കാമിലയിൽ അങ്ങനെ ഒരു പദം കാണുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്ന ഒരു സ്ഥലത്തും അതില്ല. ഹാഫിദ് ഇബ്നു കസീർ ഓരോ വർഷവും ഇന്ന മാസത്തിൽ ഇന്നത് സംഭവിച്ചു എന്ന് പറയുന്ന കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ചരിത്ര സംഭവമായി പറയുന്നത് ഇബ്നു തൈമിയ്യയുടെ ജയിൽവാസവും അവിടെ നടന്ന സംഭവങ്ങളാണ്. ആ കൂട്ടത്തിൽ 6-7 തവണ പണ്ഡിതന്മാർ അദ്ദേഹത്തിനുമായി മുനാദറ നടത്താൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടി. പക്ഷേ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന് അഭിപ്രായം മാറ്റിയില്ല. പിന്നീട് ആ പണ്ഡിതന്മാർ പോയിട്ട് വേറെ ചില ടീമിനെ കൊണ്ടുവരാൻ വേണ്ടി രാജാവ് വിളിച്ചു. ഒരാരും വന്നതുമില്ല സംഭവം നടത്താൻ പേടിച്ചിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയോട്. അതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് എങ്ങനെയാണ് ഇബ്നു ഹജർ അസ്കലാനിയുടെ കിതാബിൽ ഇത് കടന്നുകൂടിയിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറയപ്പെടുന്നു, ഇബ്നു തൈമിയ്യ ഞാൻ അശ്ശരി മദ്ഹബിലേക്ക് മടങ്ങിയിട്ടുണ്ട്, മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരുത്തിയിട്ടുണ്ട്, ഖബർ സിയാറത്തിന് പോകാം എന്നൊക്കെ പറഞ്ഞു. ഇബ്നു തൈമിയ്യ ഒപ്പിട്ടു എന്നൊക്കെ പറഞ്ഞൊരു ഒരു കടലാസ് കിട്ടിയതാണ്. ഒരു പക്ഷേ ആ ദുററുൽ കാമിലിൽ ആരെങ്കിലും ചേർത്തതായിരിക്കാം. അതല്ലെങ്കിൽ രാജാവിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എഴുതി കൊടുത്തതാവാം. ഏതായിരുന്നാലും പരിഗണനീയമായ ഒരു ഇമാമും അത് കൊടുത്തിട്ടില്ല. കൊടുക്കുമായിരുന്നെങ്കിൽ ആദ്യം പറഞ്ഞ ആൾക്കാരാണ്. നമ്മൾ ഇമാം റാസി തൗബ ചെയ്ത് പറഞ്ഞിട്ട് ഇമാം റാസി ഇമാമാന്ന് പറയും. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ തെറ്റായ ചിന്താഗതികളിൽ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. ആ രൂപത്തിൽ അവർ പറയുമായിരുന്നു. അവരാരും ഇത് പറഞ്ഞിട്ടില്ല. സുബുക്കി പറയുമായിരുന്നു, അതേപോലെ തന്നെ മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ പറയുമായിരുന്നു. അതൊന്നും പറയാതെ ഇപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കെതിരെ പറയാൻ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥമായി ഉപയോഗിക്കാൻ പറ്റുന്നത് ആരുടെ കിതാബാണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ. ഷിയാക്കൾക്കെതിരെ, സൂഫികൾക്കെതിരെ, കള്ളത്തരീക്കൾക്കെതിരെ. അപ്പോൾ അതിൽ നിന്ന് കോട്ട് ചെയ്യുമ്പോൾ അത് ഇബ്നു തൈമിയ്യൻ്റെ അല്ലേ? നിങ്ങൾ വേറെ ഉലമാക്കൾ കൊണ്ടുവരുന്ന ഇമാമില്ല, അപ്പോൾ അവർ ഇബ്നു തൈമിയ്യ എന്നാൽ ഞങ്ങളെ ഇമാമായിക്കോട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുക. നല്ല കാര്യമാണ്. അങ്ങനെ പണ്ഡിതന്മാർക്ക് അള്ളാഹു മരണശേഷം നൽകുന്ന വലിയ കറാമത്താണത്. അവർ ജീവിതകാലത്ത് അവർക്ക് സ്വാധീനം ഉണ്ടായി, മരണശേഷവും. അതാണ് യഥാർത്ഥ പുനർജന്മം എന്ന് പറയുന്നത്. എന്ത് മരണശേഷം വീണ്ടും ഇമാം ബുഖാരി, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അവരൊക്കെ നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിൽപ്പെട്ട ഒരു പണ്ഡിതൻ ജീവിക്കുന്നതിലേറെ അല്ലേ? നമ്മളുടെ ഇന്ത്യ രാജ്യത്തിലൊരു വലിയ പണ്ഡിതങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. അദ്ദേഹത്തിന് നമ്മൾക്കുള്ള ഇടയിലുള്ള സ്വാധീനം എന്താണ്? അതിലേറെ വലിയ സ്വാധീനമാണ് ഇമാം ബുഖാരിക്ക് ഇപ്പോഴുള്ളത്. കാരണം എല്ലാ പള്ളികളിലും, എല്ലാ കോളേജുകളിലും, സ്ഥാപനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം പഠിപ്പിക്കപ്പെടുന്നു. അതിനടിസ്ഥാനത്തിൽ ആളുകൾ അമൽ ചെയ്യുന്നു. അതുതന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം നിങ്ങളിപ്പോൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നമ്മുടെ സംഭവം ഒന്നും അറിയുന്നില്ല. അവർക്കിടയിൽ ഭയങ്കര തല്ലാണ്. ഇബ്നു തൈമിയ്യ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഒരാൾക്കാർ കാഫിറാക്കണ്, ഒരാൾക്കാർ മുമ്പ് ന്യായീകരിച്ച് അവരെ ആടാക്കണ്. ആര്? ഈ പറഞ്ഞ സൂഫിസത്തിൻ്റെയും വഴികേടിൻ്റെയും ഒക്കെ ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾക്കിതിൽ നിന്ന് തിരിച്ചറിയേണ്ട ഒരു സംഗതി, അദ്ദേഹം നമുക്ക് അനന്തരമായി നൽകിയിട്ടുള്ള വിജ്ഞാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുക, അത് പ്രചരിപ്പിക്കുക. അതേപോലെ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം, ശത്രുക്കളുമായുള്ള എതിർപക്ഷത്തുള്ള ആളുകളുമായുള്ള സമീപനം, കലവറയില്ലാത്ത ഖുർആനിനോടും ഹദീസിനോടുമുള്ള ആ വിധേയത്വം. എന്തെങ്കിലും നമുക്ക് അനുകൂലമായ ഒരു കാര്യം തിരഞ്ഞു പിടിച്ചിട്ട് അത് പൊക്കിപ്പിടിച്ച് മറ്റുള്ള ആളുകളെ എഴുതി കാണിക്കുക, അതായിരുന്നില്ല ചെയ്തിരുന്നത്. അതിൽ പറഞ്ഞ കാര്യം ആത്മാർത്ഥമായി നിർവ്യാജമായി അംഗീകരിക്കുക, ഉൾക്കൊള്ളുക എന്നതാണ് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും അദ്ദേഹത്തിന് മുമ്പും അദ്ദേഹത്തിന് ശേഷവും കഴിഞ്ഞുപോയ അവരെ മക്കളെയും ഒക്കെ ഇസ്ലാമിന് നൽകിയ സേവനത്തിൻ്റെ പേരിൽ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവരിൽ നിന്നും നമ്മിൽ നിന്നുമൊക്കെ വന്നു പോയിട്ടുള്ള അബദ്ധങ്ങളും തെറ്റുകളും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.